ഹലോ റമദാൻ കരീം, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? നമ്മളിവിടെ സുഖമായിട്ടിരിക്കുകയാണേ. അപ്പോൾ നമ്മുടെ 6ാമത്തെ നോമ്പും ഇങ്ങെത്തിയിരിക്കുകയാണ്. അപ്പോൾ അത്താഴത്തിന് വേണ്ടിയിട്ട് എഴുന്നേറ്റിട്ടുണ്ട്. ഹേസട്ട് നല്ല ഉറക്കമാണ്. ആദ്യം ഒന്ന് ചെറുതായിട്ട് ഞാൻ പേടിച്ചു വിട്ടാൽ, കാരണം ലൈറ്റ് ഇട്ട സമയത്ത് എഴുന്നേൽക്കാനുള്ളൊരു ശ്രമം ഉണ്ടായിരുന്നു. പിന്നീട് ഞാൻ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് ഈ ഒരു പാണ്ടേരെ ഹെൽപ്പിലാണ് നമസ്കരിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് എൻ്റെ ബർത്ത്ഡേക്ക് കിട്ടിയിട്ടുള്ളൊരു ഗിഫ്റ്റിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നതാണ് കേട്ടോ. ഇത് നല്ല ക്യൂട്ടാണ്. പക്ഷേ ആകെ ഉള്ളൊരു സങ്കടമെന്ന് പറയുന്നത് ഇതിൻ്റെ ലൈറ്റ് കളറൊന്ന് ചേഞ്ച് ആവും കേട്ടോ. പക്ഷേ അത് ചേഞ്ച് ആവണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ തലമണ്ടയിൽ നല്ല അടി കൊടുക്കണം. അതൊരു വല്ലാത്തൊരു സങ്കടമായിരുന്നു. അങ്ങനെ ഞാനത് കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, ആദ്യം റെഡ്, പിന്നെ ഒരു ബ്ലൂ കളറ്, പിന്നെ വൈറ്റ്, അങ്ങനെ ഇങ്ങനെ മാറി മാറി വരുന്നുണ്ട് കേട്ടോ. ഗ്രീനും റെഡും അങ്ങനെ ആയിട്ട്. പക്ഷേ ഇതൊക്കെ മാറണമെന്നുണ്ടെങ്കിൽ ആളുടെ തല അടിച്ച് പൊട്ടിക്കണം, എങ്കിൽ മാത്രമേ നടക്കുകയുള്ളൂ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. പക്ഷേ ഈ ഒരു പരിപാടി മാത്രം ഭയങ്കര സങ്കടമായിപ്പോയി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അത്താഴം കഴിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്താഴത്തിന് കുറച്ച് ഹെൽത്തി ആക്കാമെന്ന് കരുതിയിട്ട് ഓട്സാണ് കേട്ടോ കുടിച്ചിട്ടുണ്ടായിരുന്നത്. ഞാനും ഉമ്മച്ചിയും ഓട്സും പഴവും മുട്ടയൊക്കെയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. കുറച്ച് ഹെൽത്തി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലെ അല്ലാണ്ട് ചില ദിവസങ്ങളിലൊക്കെ കഴിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ട് പരിപാടി ഞാനും ഉമ്മച്ചിയും കണ്ടെത്തും. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അങ്ങനെ ഓട്സും പഴവും ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് കട്ടൻ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് ചിപ്സ് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം കൂടി ഉള്ളത് കൊണ്ട് ഒരു ചോക്ലേറ്റ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇതിൽ നിന്നൊരു ചോക്ലേറ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഇക്ക കൊടുത്തിട്ടുള്ളതാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇത് കുനാഫ പോലെ ഒരു ദുബായ് ചോക്ലേറ്റ് ഇല്ലേ, വൈറൽ, അതിൻ്റെ ഒരു ടേസ്റ്റൊക്കെ ആയിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചു. അതിന് ശേഷം ബാങ്ക് കൊടുത്തു. അപ്പോഴേക്കും നമസ്കരിക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. കേസൂട്ട് എപ്പോഴും അൽഹംദുലില്ലാ ഉറക്കത്തിലാണ്. ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് വോയിസ് ഓവർ ചെയ്യാൻ വേണ്ടിയിട്ട് തലേ ദിവസത്തെ വീഡിയോ. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഖുർആനൊക്കെ ഓതിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് വോയിസ് ഓവർ ചെയ്യാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനിപ്പോൾ മുകളിലൊക്കെ വന്നിട്ടാണ് വോയിസ് ഓവർ ചെയ്യുന്നത്, അല്ലാണ്ട് നടക്കൂല കേട്ടോ. അടുത്തിരുന്ന് വോയിസ് ഓവർ ചെയ്ത് കഴിഞ്ഞാൽ ബഹളം കേട്ടിട്ട് അപ്പോഴേ എഴുന്നേക്കും. അങ്ങനെ വലിയ ബഹളമൊന്നും വേണ്ട, ചെറിയ എൻ്റെ സൗണ്ട് കേട്ടാൽ മതി, അപ്പോഴേ എഴുന്നേക്കുക ആൾ. എനിക്കിങ്ങനെ കൈ ഉറിഞ്ചുന്നത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ആദ്യമൊക്കെ ഇങ്ങനെ കൈയൊക്കെ ഉറിഞ്ചുന്ന സമയത്ത് എല്ലാവരും മാറ്റണം, അത് ശീലമായി പോകുമെന്നൊക്കെ പറഞ്ഞ് എന്നെ പേടിയാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ വന്ന സമയത്ത് ഞാൻ സോക്സൊക്കെ ഇട്ടിട്ട് മാറ്റുമായിരുന്നു. പക്ഷേ എനിക്കിതെന്തോ ഭയങ്കര ഇഷ്ടമാണ്. പിന്നീട് അങ്ങ് പതിയെ മാറിയിട്ടുണ്ടായിരുന്നേ. ഈ ഇടയ്ക്കായിട്ട് വീണ്ടും തുടങ്ങിയിട്ടുണ്ട് ചെറിയ കൈ ഉറിഞ്ചൽ. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ഞാൻ നേരെ തന്നെ പോയിട്ടുണ്ടായിരുന്നു. ഇന്നലെ ഇട്ടിട്ടുള്ള ഡ്രസ്സല്ലല്ലോ എന്ന് വിചാരിക്കരുത്, ഇന്നലത്തെ അതേ സെയിം വ്ലോഗ് തന്നെയാണ്. ഡ്രസ്സ് മാറ്റിയത് അതിൽ ആ ഒരു കഫ്താനില്ലേ ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്ന ഒരു പച്ച കളറ്, അതിൽ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സിബോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല കേട്ടോ. അപ്പോൾ അത് കുറച്ച് ടാസ്ക്കാണ്. അപ്പോൾ ഞാനത് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വോയിസ് ഓവറൊക്കെ ചെയ്യാൻ പോയി. അത് കഴിഞ്ഞിട്ട് ഒരു 8 മണിയൊക്കെ ആയപ്പോൾ പണിയൊക്കെ തീർന്നിട്ട് ഞാൻ ഹേസുട്ടൻ്റെ കൂടെ കുറച്ച് നേരം കിടന്നുറങ്ങി. അതൊക്കെ കഴിഞ്ഞൊരു 2 മണിക്കൂർ, ഒരു 10 മണിയൊക്കെ ആയപ്പോൾ ഹേസുട്ട എഴുന്നേറ്റിട്ടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞിട്ട് ഹേസുട്ടനെ കുറുക്ക് കൊടുക്കാനുള്ള പരിപാടിയിലായിരുന്നു. ചില ദിവസങ്ങളിൽ 8 മണിയൊക്കെ ആകുമ്പോൾ തന്നെ എഴുന്നേക്കും. ഇന്നലെ ഒട്ടും തന്നെ ഉറങ്ങിയിട്ടില്ലാത്തത് കൊണ്ട് അവൻ്റെ കൂടെ കിടന്നങ്ങ് ഉറങ്ങി. അത് കഴിഞ്ഞിട്ടൊരു 10 മണി ആയിട്ടില്ല എന്ന് തോന്നുന്നു, ഒരു 9:45 ആയപ്പോഴേക്കും ആൾ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. എന്നെ ഉണർത്തിയത് ഹേസുട്ടനാണ്. അതിന് ശേഷം ഞാൻ കുറുക്കൊക്കെ കഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞിട്ട് ഞാൻ റൂമിലോട്ട് വന്നപ്പോൾ ആൾ ഇതൊക്കെ എടുത്ത് വെച്ചിട്ട് എണ്ണി കളിക്കുമായിരുന്നേ. 1, 2 എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പോൾ എന്ത് കയ്യിൽ കൊടുത്ത് കഴിഞ്ഞാലും സ്റ്റാക്കിങ് പോലെ ഇങ്ങനെ അടുക്കി പറക്കി അങ്ങനെയൊക്കെയുള്ള കളികളാണ്. അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഇങ്ങനെ എണ്ണിക്കളിക്കും. അങ്ങനെയുള്ള പണിയിലാണ് ഇപ്പം ഭയങ്കര ഇൻട്രസ്റ്റ് കേട്ടോ. ഇപ്പം എന്തെങ്കിലും ഒരു ടോയൊന്നും വേണമെന്നില്ല. അടുക്കളയിലെ പാത്രങ്ങളോ അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ അവൻ്റെ തന്നെ കുറച്ച് ഐറ്റംസ് ഉണ്ട്. പുറവും അതേപോലെ അവൻ്റെ ക്രീമും സെബാമറ്റിൻ്റെ ക്രീമും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവൻ ഹാപ്പി ആവേ. അതൊന്നും ഓപ്പൺ ചെയ്യണില്ല കുറച്ച് ദിവസം കൊണ്ട്. ഇതുപോലുള്ള സ്റ്റാക്കിങ്ങും എണ്ണിക്കളിയൊക്കെയാണ്, വേറെ ഒന്നുമില്ല പരിപാടികൾ. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് തന്നെ ഇങ്ങനെ അന്തം വിട്ട് നോക്കുകയാണ്. കുട്ടിക്ക് 5 വരെ അറിയുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞ സമയത്ത് വിജൃംഭിച്ച് നോക്കുകയാണ്, ഇതൊക്കെ എന്ന് ഞാൻ പഠിക്കുമെന്നുള്ള രീതിയിൽ കേട്ടോ. ഞാൻ പറഞ്ഞ പതുക്കെ പഠിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞപ്പോൾ ആൾ ഓക്കെ ആയിട്ടുണ്ടായിരുന്നേ. അവനറിയാത്ത 6, 7 അല്ലെങ്കിൽ 10 കഴിഞ്ഞിട്ടൊക്കെ എണ്ണുന്ന സമയത്ത് അവൻ അന്തം വിട്ട് ഇങ്ങനെ കുന്തം വീങ്ങി നിൽക്കും. അത് നല്ല രസമാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്.
ഇതൊക്കെ എന്ന് നമ്മൾ പഠിച്ചതെന്നുള്ള രീതിയിൽ ഇതൊക്കെ അറിയാമല്ലേ എന്നുള്ള രീതിയിൽ അവൻ നിൽക്കും. ഇതിനപ്പുറം നമ്മൾ പഠിച്ചിട്ടല്ലേ ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഹേസുട്ടനെ കുറുക്കൊക്കെ കൊടുക്കാനായിട്ട് ഇത് കൂരവും നട്ട്സ് പൗഡറും അതേപോലെ പാലൊക്കെ ഒഴിച്ചിട്ടുള്ളതാണ്. അത് ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഫാൻ ഇട്ടതാണ്. അപ്പോൾ അതിൻ്റെ മുകളിൽ പാട കെട്ടിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. കുട്ടിക്ക് രാവിലെ കിയാ കുരുവിയോ അല്ലെങ്കിൽ കാത്തുവോ ഒക്കെ ഇട്ടിട്ട് ഫുഡ് കൊടുക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. എനിക്കും ഭയങ്കര ഇഷ്ടമാണ് കാത്തുമൊക്കെ കാണാൻ വേണ്ടിയിട്ട്. രാവിലെ അല്ലെങ്കിൽ ഭയങ്കര പാടാണ്. ചോറൊക്കെ ആണെന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ പൂച്ച സഹകരിക്കാറുണ്ട്. അപ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ ഫുഡ് കൊടുത്ത് ഓക്കെ ആക്കുക. കുറുക്കിൻ്റെ കാര്യം ആൾക്ക് എത്തിപ്പാടാണ്. അപ്പോൾ എന്തെങ്കിലും ടി വിയിലോ ഒക്കെ ഇതേപോലെ കാർട്ടൂൺ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആൾ ഹാപ്പി ആവുകയും കുറച്ച് നേരമൊക്കെ ഫുഡ് കഴിക്കാനായിട്ട് ഓക്കെ ആവും. ആദ്യമൊക്കെ മിണ്ടാതിരുന്ന് കഴിക്കും. പിന്നീട് ലാസ്റ്റ് ആകുമ്പോൾ ഇതുപോലെ എന്തെങ്കിലും പണികൾ ശ്രമിച്ചാലേ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ പുറത്ത് കളിക്കാനായിട്ട് ആക്കിയിട്ടുണ്ടായിരുന്നതാണ്. ആളോട് ഒറ്റ ഓട്ടം ഓടി. കാരണം ഗേറ്റ് തുറന്ന് കിടക്കുകയായിരുന്നു. ഉമ്മച്ചി നമ്മുടെ പുരയിടത്തിൽ പോകാനായിട്ട് വണ്ടി എടുത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾ എഴുന്നേറ്റ സമയത്ത് ഉമ്മച്ചി എങ്ങനെയെങ്കിലും അവിടെ നിന്ന് മുങ്ങുമായിരുന്നു കേട്ടോ, അറിയാത്ത രീതിയിൽ. അങ്ങനെ പോയ സമയത്തൊന്നും വലുതായിട്ട് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാറിലാണ് പോയെന്ന് അറിഞ്ഞില്ല, പിന്നീടാണ് അറിഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഗേറ്റ് തുറന്ന സമയത്ത് ഭയങ്കര വെപ്രാളമാണ് വെളിയിൽ ഇറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ച് നേരം ഇരുന്ന് കളിക്കട്ടെ എന്നൊക്കെ വിചാരിച്ചപ്പോൾ അവിടെ കിടക്കുന്ന മെറ്റലും കാര്യങ്ങളൊക്കെ പറക്കുമായിരുന്നേ. അങ്ങനെ ഓട്ടിച്ച് അകത്ത് കയറ്റിയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ. കാരണം ഇപ്പോൾ പണികളും കൂടെയൊക്കെ നടക്കുന്നത് കൊണ്ട് ആകെ പൊടിയും മെറ്റലും കാര്യങ്ങളൊക്കെയാണ് റോഡിൽ മുഴുവനും. അത് മാത്രമല്ല വണ്ടി പോയി കഴിഞ്ഞാൽ അറിയാൻ പറ്റില്ല കേട്ടോ. അങ്ങനെ സ്കൂട്ടറും ബൈക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ മറ്റേ ഇലക്ട്രിക് ബൈക്കൊക്കെ ഉള്ളതുകൊണ്ട് തട്ടിയാൽ പോലും അറിയില്ല. അതുകൊണ്ട് എനിക്ക് ഭയങ്കര പേടിയാണ്. അതുകൊണ്ട് ഞാൻ ഗേറ്റൊക്കെ അടച്ചിടുവേ. അതിന് ശേഷം ഗേറ്റൊക്കെ അടച്ചു കഴിഞ്ഞപ്പോൾ ഭയങ്കര കരച്ചിലും കാര്യങ്ങളായിരുന്നു, സ്വാഭാവികം. അതൊക്കെ കഴിഞ്ഞിട്ട് കിളികൾക്ക് കുറച്ച് ഫുഡ് കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് തിനിരിപ്പുണ്ടായിരുന്നു. പിന്നെ ഞാൻ വെള്ളമൊക്കെ മാറ്റി കൊടുത്തു. അതിനുശേഷം കുറച്ച് തുളസി ഇലയൊക്കെ പറിച്ചൊക്കെ ഇട്ട് കൊടുത്തേ. തുളസി ഇല പറിക്കാനായിട്ട് ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ആൾ കൂട്ടിൻ്റെ അതുവരെയൊന്നും വരത്തില്ല. പറിച്ച് അവിടെ ഇവിടെയൊക്കെ കൊണ്ടുവന്നിടും. അങ്ങനെ എൻ്റെ തുളസി ഇല എല്ലാം തീരാറായി. പാവം ഇതിന് കൊടുക്കാനൊന്നും ഇപ്പോൾ ഇല്ല. ഇന്നലത്തെ മഴയിലൊക്കെ കുറച്ചൊന്ന് 2 ദിവസം കൊണ്ട് കേട്ടോ മഴയുണ്ട്. രാത്രിയിലാണ് മഴ പെയ്യുന്നത്. അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് കിളിർത്ത് വരുന്നത് പോലെ തോന്നുന്നുണ്ട്, തളിര് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ എത്ര ദിവസം വെള്ളം ഒഴിച്ചിട്ടും കാര്യമില്ല. ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ എല്ലാം പൂക്കുകയും കായ്ക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഹേസൂട്ടനെ എടുത്തുകൊണ്ട് ഇതായി ഒരു പേരമരത്തിലിരിക്കുകയാണ് കേട്ടോ. അത് കുട്ടിക്ക് ഇഷ്ടപ്പെട്ടു. കുറച്ച് നേരത്തെ കരച്ചിലൊക്കെ അങ്ങ് മാറിക്കിട്ടിയേ. ഗേറ്റടച്ചതിൻ്റെ സങ്കടത്തിലായിരുന്നു. പിന്നെ കിളിക്ക് ഫുഡ് കൊടുത്ത സമയത്തും ഫുള്ള് കരച്ചിലൊക്കെ ആയിരുന്നു. ഞാനത് മൈൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ. പിന്നീട് ഈ ഒരു പേരമരത്തിൽ ഇരുത്തിയിട്ടുണ്ടായിരുന്നു. ഇത് കുറച്ച് നാളായിട്ട് ചാഞ്ഞൊരു നല്ല കാറ്റത്ത് ചാഞ്ഞ് പോയിട്ടുണ്ടായിരുന്നതാണ്. ശരിക്കും പേരയ്ക്ക പിടിക്കുമായിരുന്നു. നല്ല ടേസ്റ്റുമായിരുന്നു. വെള്ള പേരയായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ പേരയ്ക്ക. അതുകൊണ്ട് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പേരമരമായിരുന്നു. പക്ഷേ അതിൽ ഇതേപോലെ എന്തോ കാറ്റത്തൊക്കെ വന്നിട്ട് പുഴുത് ചരിഞ്ഞ് വീണ് പിന്നീട് അതിൻ്റെ ഇലകളെല്ലാം അങ്ങ് കരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നേ. ഇപ്പോൾ പട്ട് നിൽക്കുന്നത് പോലെ നിൽക്കുകയാണ്. പക്ഷേ ഈ ഒരു സംഭവത്തിൽ ഇങ്ങനെ ആടാനായിട്ട് നല്ല രസമാണ്. അത് ഹേസൂട്ടന് ആട്ടിയ സമയത്ത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നീട് കുട്ടി അതിൽ നിന്ന് ഇറങ്ങുന്നുണ്ടായിരുന്നില്ല. അതായിരുന്നു ടാസ്ക്. പിന്നീട് കൊണ്ടുപോകാനായിട്ട് ഭയങ്കര പാടായിരുന്നേ. അങ്ങനെ അതൊക്കെ നോക്കിയപ്പോഴാണ് ഒരു സംഭവം കണ്ടത്. ഒരു തുമ്പി കേട്ടോ. ഈ ഒരു തുമ്പിയെ ഇപ്പോൾ കാണാനേ കിട്ടുന്നില്ല. മുമ്പൊക്കെ നമ്മുടെ കിണറ്റിൻ്റെ ഭാഗത്തൊക്കെ ഇരിക്കുന്നത് കാണാമായിരുന്നേ. പക്ഷേ ഇപ്പം അങ്ങനെ കാണാനേ കിട്ടുന്നില്ല. നിങ്ങളുടെ വീട്ടിലൊക്കെ അടുത്തൊക്കെ ഉണ്ടോ? ഞാൻ കുറേ നാളായിട്ടോ കണ്ടിട്ട്. അവിടെ പോയിട്ട് തിരിച്ച് വന്ന സമയത്ത് എനിക്ക് ചെറിയ ഇതേപോലെ കുഞ്ഞ് പ്രാണികളും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എനിക്ക് കൗതുകമാണ്. എന്തോ ഇതൊക്കെ കണ്ടിട്ട് കുറേ നാളായ പോലെ ഒരു ഫീൽ വരുന്നു. ചെറിയ പൂമ്പാറ്റയും ഇതേപോലെ ചെറിയ വെട്ടിൽ വണ്ട്, ഇതേപോലെ തുമ്പി ഇങ്ങനെ കാണുന്ന സമയത്ത് ഞാൻ വിചാരിക്കും, അയ്യോ ഇത് പണ്ടേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഇപ്പോൾ നമുക്ക് നോക്കാൻ സമയമില്ലാത്തത് കൊണ്ടാണ് ഇതൊക്കെ അങ്ങ് അന്യം നിന്ന് പോയ പോലത്തൊരു സംഭവം, ഇല്ലാതായി പോയ പോലെ. മറ്റേത് നമ്മളെ കിണറ്റിൻ്റെ വലയിലൊക്കെ ഏത് സമയം ഒരു ചുവപ്പും കറുപ്പുമായിട്ട് നല്ല ഭംഗിയുള്ള തുമ്പികൾ വന്നിരിക്കുമായിരുന്നു. ഇപ്പം അതൊന്നും കാണുന്നില്ല.
ഇപ്പോൾ കൊതുക് എപ്പോഴും ഉണ്ടാവും. മഴയൊക്കെ പെയ്ത് കഴിഞ്ഞ് പിറ്റേ ദിവസം തൊട്ട് നല്ല കൊതുകായിരുന്നേ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് എങ്ങനെയെങ്കിലും അകത്ത് കയറ്റിയിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരം അവൻ്റെ ടോയ്സൊക്കെ വെച്ചിട്ട് യേശുട്ടൻ കളിച്ചിട്ടുണ്ടായിരുന്നേ. പിന്നീട് ഞാൻ പഴം വാട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. പഴം വാട്ടിയത് ഇപ്പോൾ ഒത്തിരി ഇഷ്ടപ്പെട്ട് വരുന്നുണ്ട്. മറ്റേത് എങ്ങനെയെങ്കിലുമൊക്കെ ഞാൻ ഉന്നക്കായോ അല്ലെങ്കിൽ വാഴയ്ക്കപ്പോ ഒക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അല്ലാണ്ട് ഇത് കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കുന്ന സമയത്ത് ഇഷ്ടമല്ല കേട്ടോ. പക്ഷേ ഞാൻ വലിയ കാര്യത്തിൽ ഉണ്ടാക്കി കൊടുത്തപ്പോൾ നെയ്യിലാണ് കേട്ടോ. നെയ്യിലിങ്ങനെ അരിഞ്ഞിട്ടിട്ട് വാട്ടി കൊടുക്കുന്നതാണ്. 2-3 എണ്ണമൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ കണ്ടു, പരസ്യമൊക്കെ കണ്ടിട്ട്. പിന്നെ അങ്ങോട്ട് എഴുന്നേറ്റ് പോയിട്ടോ. എഴുന്നേറ്റ് പോകാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഗസ്റ്റ് ഉണ്ടായിരുന്നേ. അപ്പോൾ ആൾ സ്കൂട്ടായി. ഇനി കഴിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച്. വന്നിട്ടുണ്ടായിരുന്നത് മാമിയും മാമിയുടെ മോളെത്തായും മാമിയുടെ മോളെ മരുമകളുമാണ് കേട്ടോ. അപ്പോൾ അവരെല്ലാവരും ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നു. വാപ്പച്ചിയെ കാണാൻ വേണ്ടി വന്നതാണ്. എല്ലാവരും ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് വീട്ടിൽ വരികയാണ് ഓരോരുത്തരായിട്ട്. വാപ്പച്ചിയുടെ സഹോദരങ്ങൾ 12 പേരാണ് കേട്ടോ. ഒരാൾ മരണപ്പെട്ടു പോയി, മൂത്തയാൾ. ബാക്കി 11 പേരുണ്ട്. അപ്പോൾ എല്ലാവരും അൽഹംദുലില്ലാ നല്ല സഹകരണവും കാര്യമൊക്കെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും എന്ത് സങ്കടം ഉണ്ടെങ്കിലും സന്തോഷം ഉണ്ടെങ്കിലും ഒരുമിച്ച് കൂടാറുണ്ട്. അപ്പോൾ വാപ്പച്ചി കാണാനായിട്ട് എല്ലാവരുമായിട്ട് വന്നതാണ് കേട്ടോ. ഒരുപാട് നേരം ഇരുന്നിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ നോമ്പായതുകൊണ്ട് തന്നെ എല്ലാവരുടെ അടുത്തും നോമ്പ് കുറച്ചിട്ടൊക്കെ പോവാം, അതുവരെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കാണും കേട്ടോ. അതുകൊണ്ട് എല്ലാവരും നേരത്തെ വന്നിട്ട് പോവുകയാണ് ചെയ്യുന്നത്. നോമ്പിന് തന്നെ ഇങ്ങനെ വയ്യാണ്ടായത് ആകെ ഒരു വരുന്നവർക്കും വാപ്പച്ചിക്കും എല്ലാവർക്കും ഒരു വിഷമം തന്നെയാണ്. ഫുൾ മെഡിസിനും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നോമ്പ് പിടിക്കാനായിട്ട് പറ്റുന്നില്ല. ഇൻഷാ അല്ലാഹ് അത് കഴിഞ്ഞിട്ട് ഓക്കെ ആക്കാം. എല്ലാവരും ചോദിക്കുന്നുണ്ട് കേട്ടോ എന്താ പറ്റിയതെന്നുള്ളത്. ചുമ പോലെ വന്നതാണ്. പിന്നീട് അത് ഭയങ്കര വയറിന് പ്രശ്നങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ഇഷ്യൂസൊക്കെ ആയി കേട്ടോ. ചുമ മാത്രമല്ല, വൈറലായിട്ടുള്ള ഈ ഒരു ചുമ പിടിച്ചതിന് ശേഷം പിന്നെ അത് സംബന്ധിച്ചിട്ടുള്ള ഓരോരോ അസുഖങ്ങളായിരുന്നു. ആൾ പിന്നീട് ആൻറ്റിബയോട്ടിക് എടുക്കാൻ വേണ്ടിയിട്ട് അഡ്മിറ്റായി. മുമ്പ് ഒരു ആക്സിഡൻറ്റ് പറ്റിയിട്ടുള്ളത് കൊണ്ട് അതിൻ്റെ കുറച്ച് ഇഷ്യൂസ്, തലവേദന കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ ഇതിൻ്റെ കൂടെ അങ്ങ് വന്നതുകൊണ്ടാണ് ആൾക്ക് ഒട്ടും ഓക്കെ അല്ലാണ്ടായത്. അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ കൊണ്ടാണ് കേട്ടോ ഇത്രയും ദിവസം അഡ്മിറ്റ് ആവുകയും ഹോസ്പിറ്റലൈസ്ഡൊക്കെ ആവാനും കാരണം. തലവേദന, വോമിറ്റിങ്, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളും അതിൻ്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്നേ. ഒരു ആക്സിഡൻറ്റിന് ശേഷം ഇയർ ബാലൻസിൻ്റെ പ്രശ്നമൊക്കെ ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ മൈഗ്രെയിൻ പോലെ തലവേദനയും പ്രശ്നങ്ങളൊക്കെ അതിൻ്റെ കൂടെ തന്നെ വരാറുണ്ട്. അപ്പോൾ അത് ഇത്തിരി പ്രശ്നമായിരുന്നേ. അതും കൂടി ഇതിനിടയ്ക്ക് വന്ന് ചുമച്ച് തലയൊക്കെ ഇളകി അങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടാണ് തലവേദനയും കാര്യങ്ങളൊക്കെ വന്നിട്ട് എല്ലാം കൂടി ആൾ കഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നേ. പിന്നെ ഈ ഒരു ചുമയുടെ ആൻറ്റിബയോട്ടിക് എടുത്തിട്ടുണ്ടായിരുന്നു. ട്രിപ്പ് കണ്ടിന്യൂസ് ആയിട്ട് ഇടുമായിരുന്നു. പിന്നെ എല്ലാ പ്രശ്നങ്ങളും, ഷുഗറും അത്യാവശ്യമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഇത്രയും ദിവസം അഡ്മിറ്റൊക്കെ ആയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ മാമിയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് ഹേസുട്ടന് ബാക്കിയുണ്ടായിരുന്നു പഴം കുറച്ച്. അങ്ങനെ മാമിയൊക്കെ പോയി. അതിനുശേഷം കുറച്ച് ക്ലീനിങ് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നേ. അകത്തൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു. പിന്നെ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി കിച്ചണൊക്കെ ഒതുക്കാനുണ്ടായിരുന്നു. അങ്ങനെ ഞാനും ഉമ്മച്ചിയും കൂടെ പിന്നീട് പെട്ടെന്ന് തന്നെ പണികളൊക്കെ തീർക്കായിരുന്നു. ഇന്ന് ചിക്കൻ വെക്കാമെന്ന് വിചാരിച്ചിട്ട് ചിക്കനൊക്കെ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഞാൻ നമസ്കരിക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അള്ളാഹുവൊക്കെ നമസ്കരിച്ച് അതിന് ശേഷം കുറച്ച് നേരം ഞാൻ കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. ഒന്ന് രാവിലെ എഴുന്നേറ്റപ്പോഴേ വല്ലാത്തൊരു ഉറക്കമൊക്കെ ശരിയാവാത്തത് കൊണ്ട് നല്ല ക്ഷീണം ഉണ്ടായിരുന്നേ. നിസ്കാരപ്പായയിൽ ഉറങ്ങാനായിട്ട് നല്ല രസമാണ് കേട്ടോ. അങ്ങനെ മുസല്ലയിൽ ഉറങ്ങാനായിട്ട് എന്തോ വല്ലാത്തൊരു കംഫർട്ടാണത്. ഉറങ്ങിക്കഴിഞ്ഞാൽ എത്ര നേരം വേണമെങ്കിലും ഉറങ്ങിപ്പോവും. പക്ഷേ എൻ്റെ കുട്ടൻ അതിനൊന്നും സമ്മതിക്കില്ല. പെട്ടെന്ന് തന്നെ വന്ന് ചവിട്ടി ഉണർത്തും. അതുകൊണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നേ. പിന്നെ ചിക്കനും കാര്യങ്ങളൊക്കെ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഐസൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു. ഇന്ന് കട്ട്ലറ്റ് ഉണ്ടാക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ കട്ട്ലറ്റിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസൊക്കെ അരിഞ്ഞ് വറുക്കി അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചിക്കൻ കറിക്ക് വേണ്ടിയിട്ട് ഉള്ളിയൊക്കെ അരിഞ്ഞിട്ട് അതും റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ അതിനുള്ള പരിപാടിയായിരുന്നു. ഇന്ന് ഉമ്മച്ചി പറഞ്ഞു എൻ്റെ അടുത്ത് ചിക്കൻ കറി വയ്ക്കാൻ. കാരണം കഴിഞ്ഞ ദിവസം വെച്ചിട്ടുണ്ടായിരുന്ന സമയത്ത് ഉമ്മച്ചിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ചില ദിവസങ്ങളിൽ ഇങ്ങനെയായിരിക്കും. ഉമ്മച്ചി വയ്ക്കുന്നത് എനിക്കിഷ്ടപ്പെടും, പക്ഷേ ഉമ്മച്ചിക്ക് ഇഷ്ടപ്പെടില്ല. ഞാൻ വയ്ക്കുന്നത് എനിക്കിഷ്ടപ്പെടില്ല, ഉമ്മച്ചിക്ക് ഇഷ്ടപ്പെടും. അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ മാറിയും തിരിഞ്ഞ് വയ്ക്കും. അപ്പോൾ അങ്ങനെ പാനൊക്കെ വെച്ചിട്ട് അതിൽ ഉള്ളിയൊക്കെ വഴറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. കറിവേപ്പില ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കറിവേപ്പില ഇല്ല കേട്ടോ. ഒരുപാട് കറിവേപ്പില ഉണ്ടായിരുന്നു. പല സൈസും പല വെറൈറ്റി ആയിട്ടുള്ള കറിവേപ്പില ഉണ്ടായിരുന്ന വീടാണ്. പക്ഷേ ഇപ്പം എല്ലാം പോയിട്ടുണ്ട്. നമ്മളെ വീട്ടിൽ വയ്ക്കുന്ന തൈകളൊക്കെ ആർക്കെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് പിടിക്കില്ല എന്ന് പറയില്ലേ, അത് സത്യമാണെന്ന് തോന്നുന്നു കേട്ടോ.
കറിവേപ്പിലയുടെ കാര്യത്തിൽ അങ്ങനെയാണ്, എല്ലാവരും വന്ന് ഒടിച്ചുകൊണ്ട് പോകുമായിരുന്നു. നമ്മളോട് ചോദിക്കാതെയും ഒക്കെ ഒരുപാട് പേര് കൊണ്ടുപോയിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ വീട്ടിൽ മാത്രം പിടിക്കുന്നില്ല, എല്ലാം കരിഞ്ഞൊക്കെ പോകുന്നുണ്ട്. ഇപ്പോൾ ഓരോന്നായിട്ട് ചെറിയ കവറിലൊക്കെ നിർത്തിയിട്ടുണ്ട്. അതിൻ്റെ കാര്യം ഇനി എന്താവുമെന്നോ എനിക്കറിയില്ല. അതിന് ശേഷം ഉള്ളിലേക്ക് ഒന്ന് വഴണ്ടി വന്നപ്പോൾ അതിലേക്ക് പൗഡേഴ്സ് എല്ലാം ഇട്ട് കൊടുത്തു കേട്ടോ. ഗരം മസാലയും മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് അതിന് ശേഷം ഉള്ളിലേക്ക് ഒന്ന് വഴണ്ടി വന്നപ്പോൾ അതിലേക്ക് പൗഡേഴ്സ് എല്ലാം ഇട്ട് കൊടുത്തു കേട്ടോ. ഗരം മസാലയും മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് വഴറ്റിയതിന് ശേഷം നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുത്തു. ചിക്കൻ്റെ കൂടെയാണ് കേട്ടോ ഞാൻ തക്കാളി ഇട്ടിട്ടുണ്ടായിരുന്നത്. ചിക്കനും തക്കാളിയും ലാസ്റ്റ് ഇടുന്നതാണ് നല്ലത്, തക്കാളി. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ചിക്കൻ ഇട്ട സമയത്ത് തന്നെ ഞാൻ തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നന്നായിട്ട് ആ ഒരു മസാല പിടിക്കാൻ വേണ്ടി കുറച്ച് നേരം വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഒരു 1/4 ഗ്ലാസ് വെള്ളം മാത്രം, കൂടുതലൊന്നും ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇത് തന്നെ നമുക്ക് ബാക്കിയാവും കേട്ടോ. ഇത് കുറച്ചേ ഉള്ളൂ വിചാരിക്കരുത്. ഇത് നമ്മൾ രണ്ടുപേരും മാത്രമല്ലേ കഴിക്കുള്ളൂ, ഞാനും ഉമ്മച്ചി മാത്രമേ കഴിക്കുള്ളൂ. വാപ്പച്ചി പണ്ടേ മീൻ മാത്രമേ കഴിക്കുള്ളൂ, ബീഫോ ചിക്കനോ മട്ടനോ അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും കഴിക്കാറില്ലേ. അപ്പോൾ ചിക്കൻ വെച്ച് കഴിഞ്ഞാലും ഞാൻ ഉമ്മച്ചി മാത്രമേ കഴിക്കാറുള്ളൂ. അപ്പോൾ അതാണ് പ്രശ്നം. അപ്പോൾ ഇത് നമുക്ക് അത്താഴത്തിന് എടുക്കാനും നോമ്പ് തുറക്കുമ്പോൾ കഴിക്കാനും ഒക്കെ ഉണ്ടാവും. അതിന് ശേഷം കുറച്ചൊരു 1/4 ഗ്ലാസോളം വെള്ളം ഒഴിച്ചിട്ട് മൂടി വെച്ച് വേവിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം കുറച്ച് അതേപോലെ തന്നെ മൂടി വെച്ച് വേവിച്ചിട്ടുണ്ടായിരുന്നു, ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങാൻ വേണ്ടിയിട്ട്. ചിലപ്പോൾ അങ്ങനെ ചിക്കൻ കരിഞ്ഞു പോകും, അതുകൊണ്ട് കുറച്ചെങ്കിലും ഒരു വെള്ളം ആദ്യം ഒഴിച്ചു കൊടുക്കണേ. അപ്പോൾ എടുത്തപ്പോഴാണ് മനസ്സിലായത് നമ്മുടെ ഗരം മസാല തീർന്നിട്ടില്ല. ഈ ഒരു ചിക്കനും കുറച്ചും കൂടിയൊക്കെ വരും. അപ്പോൾ മുഴുവൻ മസാല എടുത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അതങ്ങനെ പൊടിച്ചെടുത്തു. കുറച്ച് മുഴുവൻ മസാലയായിട്ട് വെച്ചിട്ടുണ്ട്, അല്ലാതെ പൊടിച്ചും വെച്ചിട്ടുണ്ട്. പിന്നെ ഇനി കട്ട്ലറ്റിനുള്ള പരിപാടിയാണ്. അങ്ങനെ അതിന് വേണ്ടിയിട്ട് ഉള്ളിയൊക്കെ കട്ട് ചെയ്യുന്ന സമയത്ത് എൻ്റെ കുട്ടൻ വന്ന് ഓരോ സവാളയായിട്ട് എടുത്തുകൊണ്ട് പോവുകയാണ്. സവാള ഭയങ്കര ഇഷ്ടമാണ്, എപ്പോൾ കട്ട് ചെയ്താലും വന്ന് എടുത്തിട്ട് പോവുകയെ. അത് സൗദിയിൽ നിന്ന സമയത്തേ ഉള്ളൊരു ശീലമാണ്. കരയുകയും ചെയ്യും, എൻ്റെ കൂടെ വന്നിട്ട് സവാള ചോദിക്കുകയും ചെയ്യും. ഇത് എവിടെ നിന്ന് ഇങ്ങനെ കരച്ചിൽ വരുന്നു എന്ന് അറിയാൻ പറ്റാതെ ആൾ എൻ്റെ അടുത്ത് നിന്ന് തന്നെ കരയുകയും ചെയ്യും, സവാളയും ചോദിക്കും. ഞാൻ അപ്പോൾ പറഞ്ഞു കൊടുക്കടാ, ഇത് കഴിച്ചിട്ടാണ്ടാ നിനക്ക് കണ്ണെരിയുന്നത്, ഇതിൻ്റെ അടുത്ത് വന്ന് നിന്നിട്ടാണെന്ന് എവിടെ മനസ്സിലാവാൻ. അവൻ അതും കൊണ്ടേ പോകുള്ളൂ, എൻ്റെ അടുത്ത് തന്നെ വന്ന് നിൽക്കുകയും ചെയ്യും. പിന്നെ ഇതേപോലെ പെരുന്നാളിനൊക്കെ ഉള്ളിയൊക്കെ ഒരുപാട് പൊളിക്കാനുണ്ടാവുമല്ലോ, അപ്പോഴൊക്കെ എൻ്റെ അടുത്ത് വന്ന് നിന്നിട്ട് ചുമ്മാ കരച്ചിലാണ് കേട്ടോ. സംഭവം ഇതിനാണ് കരയുന്നത്. ഈ ഉള്ളിയൊക്കെ ഒരിക്കുമ്പോൾ നല്ല കരച്ചിൽ വരുമല്ലോ, അപ്പോൾ അതിനാണ് വന്ന് കരയുന്നത്. എന്നിട്ട് എൻ്റെ അടുത്ത് തന്നെ നിൽക്കും. ഞാൻ പിന്നെ ഉള്ളിയൊക്കെ എടുത്തോണ്ടൊന്ന് മാറ്റി വയ്ക്കും, പറഞ്ഞിട്ട് മനസ്സിലാവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഇപ്പോഴും അതുപോലെ തന്നെയാണ്, ഉള്ളി എൻ്റെ അടുത്ത് നിന്ന് തന്നെ അരിയുന്നത് കണ്ടുകൊണ്ടിരിക്കും, എന്നിട്ട് കരയുകയും ചെയ്യും, അത് കഴിക്കാനും വേണം. അപ്പോൾ അങ്ങനത്തെ അവസ്ഥയാണ്. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ഇല്ല കേട്ടോ, ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും അതൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ച് പിന്നീട് സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നേ. കൊത്തി അരിഞ്ഞ് ചെറിയതായിട്ടാണ് അരിഞ്ഞ് വെക്കാനുള്ളത്. ഓരോന്നിൻ്റെ ഇടയിലും വേസുട്ടൻ ഓരോ കാര്യത്തിന് വേണ്ടിയിട്ട് ഫുള്ള് വരുമായിരുന്നു കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് എടുക്കാൻ വേണ്ടി കരയും. അങ്ങനെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കരയായിരുന്നു. ചെരുപ്പിട്ട് കൊടുക്കാനും സ്പൂൺ എടുത്ത് കൊടുക്കാനും പഞ്ചസാരയ്ക്കും. ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് പഞ്ചസാര എങ്ങനെ കണ്ടുപിടിച്ചതെന്ന് അറിയത്തില്ല, പഞ്ചസാരയ്ക്ക് ഒന്ന് ചുമ്മാ കരച്ചിലാണ്. അപ്പോൾ ഞാൻ കൊടുക്കാറില്ല കേട്ടോ. ഒരു ദിവസം പറ്റിക്കാൻ വേണ്ടിയിട്ട് പഞ്ചസാരയുടെ ബോട്ടിലിൽ കുറച്ച് ഉപ്പെടുത്തിട്ട്, പഞ്ചസാരയുടെ ബോട്ടിലിൽ നിന്ന് എടുക്കുന്നത് പോലെ ഉപ്പെടുത്തിട്ട്
വായിലിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ തുപ്പിയിട്ടൊക്കെ പോയി. 2 ദിവസം പിന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. വീണ്ടും ഇതേപോലെ വന്നിട്ട് കരച്ചിലായിരുന്നു കേട്ടോ. ഒന്നും ചെയ്യാനായിട്ട് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. ഞാൻ വിചാരിച്ചു ഇന്നത്തെ കട്ട്ലറ്റൊക്കെ ഇന്ന് കട്ടപ്പുറത്താവുമെന്ന്. അപ്പോൾ ഒന്നും നടക്കാനായിട്ട് സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ അവിടെ ഇരുന്ന് ഓരോന്ന് കയ്യിലെടുത്ത് കൊടുത്ത് പാത്രങ്ങളും ഇതിൻ്റെ താഴെ ഓരോ പരിപാടികളും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെയാണ്. പിന്നെ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ചിക്കനും ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തോലൊക്കെ മാറ്റിയിട്ട് നന്നായിട്ടൊന്ന് മാഷ് ചെയ്തു. എന്നിട്ട് ഇളകി വരുന്ന തോല് മാത്രം എടുത്ത് കളഞ്ഞു. അത് ഈസി ആയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ. നമ്മൾ ഈ മസാല ദോശയ്ക്കുള്ള മസാല ഉണ്ടാക്കുന്ന സമയത്തും കഴുകിയിട്ട് ബ്രഷോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് കഴുകിയതിന് ശേഷം എടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് വൃത്തിയാവും. മണ്ണുള്ള ഭാഗമൊക്കെ കുഴിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ മണ്ണുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം മുഴുവനായിട്ടിട്ട് വേവിച്ചിട്ട് തൊലി കളഞ്ഞെടുത്താലും മതി. അതിനുശേഷം കട്ട്ലറ്റിന് വേണ്ടിയിട്ട് പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചിയും പച്ചമുളകും സവാളയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക. കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് സോട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇപ്പുറത്തെ നമ്മുടെ ചിക്കൻ നല്ല വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് നമ്മൾ ഒഴിച്ചിട്ടുണ്ടായിരുന്ന 1/4 ഗ്ലാസ് വെള്ളവും അല്ലാതെ ചിക്കനിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള വെള്ളമായിട്ട് നല്ല കുറുക്കി നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി ഒന്ന് വറ്റണം. കുറേശ്ശെ ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കണേ. അല്ലാന്നുണ്ടെങ്കിൽ ചിക്കൻ അങ്ങ് ഒരുമാതിരി ഹാർഡായി പോവും. ചെറിയ ചൂടുവെള്ളം ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് സോഫ്റ്റായിട്ട് തന്നെ കിട്ടുവേ. അങ്ങനെ ചിക്കനൊക്കെ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. വാപ്പച്ചിക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഇന്ന് എരിവൊന്നും നോക്കണ്ട. അപ്പോൾ നല്ല കളർഫുള്ളായിരിക്കും. അപ്പോൾ എൻ്റെ അടുത്ത് വന്ന് കാല് പിടിച്ച് കുറേ നേരം കൊണ്ട് ചോദിക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ ഒരു 1/4 സ്പൂൺ കൊടുത്തിട്ടുണ്ടായിരുന്നു. പഞ്ചസാരയ്ക്കാണ് വന്ന് നിൽക്കുന്നത്. എത്ര നേരം കൊണ്ട് വന്ന് നിൽക്കുന്നതെന്നോ. എൻ്റെ ട്രൈപോഡൊക്കെ ലാസ്റ്റ് കുലുക്കി ഫോണൊക്കെ തള്ളിയിടാൻ നോക്കി. ഒരു പ്രാവശ്യം ഫോണ് താഴെ വീഴുകയും ചെയ്തു. അങ്ങനെ എങ്ങനെയെങ്കിലും പോകില്ലെന്ന് വിചാരിച്ചിട്ട് കുറച്ച് പഞ്ചസാര എങ്ങനെയെങ്കിലും കൊടുത്തു. പക്ഷേ നിങ്ങൾ ആരും കൊടുക്കരുത് കേട്ടോ. അതേപോലെ നിർബന്ധമൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്നാണ്. അപ്പോൾ ഉമ്മച്ചി നല്ല പണിയിലാണ് കേട്ടോ പുറത്ത്. വാപ്പച്ചി റെസ്റ്റ് എടുക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് കിച്ചണിൽ ഞാൻ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉമ്മച്ചിയും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉമ്മച്ചിയും കൂടി എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് അവനെ എടുത്തുകൊണ്ട് പോവുകയൊക്കെ ചെയ്യും. വേറെ ഒന്നും വേണ്ട. എനിക്ക് കിച്ചണിൽ ഒറ്റയ്ക്ക് നിൽക്കുന്നതാണ് എനിക്കിഷ്ടം. ആരെയും ഹെൽപ്പിന് വേണ്ട. പക്ഷേ ഹേസൂട്ടനെ ആരെങ്കിലും നോക്കിയാലേ പറ്റുള്ളൂ. രണ്ടും കൂടെ മാനേജ് ചെയ്യാനായിട്ട് ഭയങ്കര ടാസ്ക്കാണ്. അവിടെ ഉണ്ടായിരുന്ന സമയത്ത് എങ്ങനെയാണെന്ന് എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കും. ഒന്നുകിൽ ഉറങ്ങുന്ന സമയത്തായിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കാണിക്കട്ടെ ഇവിടെ തന്നെ കാണുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എല്ലാം അടുത്തിട്ട് കൊടുക്കും. പാത്രങ്ങളോ പ്ലേറ്റുകളോ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് കൊടുക്കും. അതിരുന്ന് കളിക്കും. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് അരിയും പയറൊക്കെ എടുത്ത് കൊടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് കളിക്കാൻ വേണ്ടി കൊടുക്കും. അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. ഇവിടെ വന്ന സമയത്ത് ഭയങ്കര എന്ത് കൊടുത്തു കഴിഞ്ഞാലും ഒരു 3-4 സെക്കൻഡ് അതിനപ്പുറം എന്നെ വന്ന് നോക്കി കാണണം അവന്. അങ്ങനെയുള്ള പരിപാടിയാണ്. അതാണ് ടാസ്ക്. അപ്പോൾ അതിനുശേഷം കട്ട്ലറ്റിൻ്റെ പരിപാടിയിലേക്കാണ്. ഉള്ളിയൊക്കെ സോട്ടായി കഴിഞ്ഞ സമയത്ത് ചിക്കൻ ഷ്രെഡ് ചെയ്തത് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ. അതിനുശേഷം അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും കുറച്ച് നമ്മളിപ്പോൾ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഒരുപാട് ഉള്ളിയൊന്നും ഒരുപാട് അങ്ങ് സോട്ടായി പോകണ്ട കേട്ടോ. ഒരുപാട് അങ്ങ് മൊരിഞ്ഞ് വരുന്ന ഒരു ടൈപ്പല്ല. കുറച്ചൊന്ന് കടിക്കാൻ കിട്ടുന്നത് പോലെ കിടക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ആ ഒരു വൈറ്റ് കളർ ആവുന്നത് വരെ സോട്ട് ചെയ്താൽ മതി. അതിനുശേഷം ചിക്കൻ ഇട്ടിട്ട് ഒന്ന് മസാലപ്പൊടിയും കൂടെയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഷ്രെഡ് ചെയ്ത് കൊടുക്കുക. ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഉപ്പൊക്കെ ഇട്ട് ഒന്ന് ബാലൻസ് ചെയ്ത് ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്ത് നോക്കുക. കുറച്ച് ഉപ്പൊന്ന് മുന്തി നിൽക്കണം കേട്ടോ. കാരണം ഉരുളക്കിഴങ്ങ് ഇടാൻ പോവുകയാണ്. അപ്പോൾ ഉരുളക്കിഴങ്ങ് കുറച്ച് അധികമായിപ്പോയി കേട്ടോ. പക്ഷേ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അതിനുശേഷം ഇടിച്ചിട്ടുണ്ടായിരുന്ന മാഷ് ചെയ്തിട്ടുള്ള നമ്മുടെ ഉരുളക്കിഴങ്ങ് ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വെജിറ്റബിൾ കട്ട്ലറ്റും ആക്കാം കേട്ടോ. ഇതിനകത്ത് തന്നെ ഈ ചിക്കൻ ഇട്ടതിന് പകരമായിട്ട് ബീൻസും ക്യാരറ്റും അല്ലെങ്കിൽ ബ്രൊക്കോളിയോ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഇട്ടിട്ട് ഈ ഒരു പൊട്ടറ്റോയും കൂടെ ഇട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുത്താൽ മതി. നമ്മുടെ പേളിമണി ചെയ്ത പോലെ അങ്ങനെ ബ്രൊക്കോളി ചെയ്ത് എടുത്താലും മതി. ബ്രൊക്കോളിക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ചെയ്തിട്ട്
നന്നായിട്ട് മാഷ് ചെയ്തിട്ടുള്ള പൊട്ടറ്റോയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പൊക്കെ ഒന്ന് നോക്കുക. ഇപ്പോൾ നോമ്പായതുകൊണ്ട് തന്നെ നോക്കാനായിട്ട് പറ്റില്ല, എങ്കിലും ടേസ്റ്റ് ചെറുതായിട്ടൊന്ന് നോക്കിയിട്ട് ഞാൻ തുപ്പിക്കളയും കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ പണി കിട്ടും, ഉപ്പൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യും കേട്ടോ. ചില സമയങ്ങളിൽ മാത്രം, അല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല എന്ന് കരുതിയിട്ട് എല്ലാം ടേസ്റ്റൊന്നും നോക്കാതെ ലാസ്റ്റ് വരെയും നിൽക്കും. ചില സമയത്ത് പണി കിട്ടാറുണ്ട് കേട്ടോ, ഉപ്പൊക്കെ വളരെ കുറവായിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പണി കിട്ടുമല്ലോ. അതുകൊണ്ട് ചില സമയത്തൊക്കെ ഇതേപോലെ കറിയുടെ ആണെന്നുണ്ടെങ്കിലൊക്കെ ടേസ്റ്റ് നോക്കി നമ്മൾ നാവിൽ വെച്ച് നോക്കും, എന്നിട്ട് തുപ്പിക്കളയും. അങ്ങനത്തെ പരിപാടികളാണ് കേട്ടോ. കാരണം ഒരുപാട് പേരൊക്കെ കഴിക്കാനുണ്ട്. അങ്ങനെ ഒരുപാട് ഇഫ്താറിനൊക്കെ ഒരുപാട് പേരുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കറികളൊക്കെ പാളിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ടേസ്റ്റ് നോക്കാറുണ്ട്, ഉപ്പിൻ്റെ കാര്യം നോക്കാറുണ്ട് കേട്ടോ. അപ്പോൾ പാനിൽ നിന്ന് ജസ്റ്റ് ഒന്ന് വിട്ട് വരുന്ന രീതിയിലാവുന്ന സമയത്ത് എടുക്കാം കേട്ടോ. ഒരുപാടെല്ലാം ഒട്ടിയിട്ട് നമുക്ക് എടുക്കുന്ന സമയത്ത് വരുന്ന രീതിയിൽ എല്ലാം ഒന്ന് സോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ശേഷം നമുക്ക് തീയൊക്കെ ഓഫ് ചെയ്തിട്ട് മാറ്റാം. ഒന്ന് തണുത്ത് കഴിഞ്ഞാൽ ഉരുട്ടിയെടുക്കാം കേട്ടോ. ഒരു ഷേപ്പിൽ ഉരുട്ടിയെടുക്കാം. വെജിറ്റബിൾ ആണെന്നുണ്ടെങ്കിലും അല്ലാന്നുണ്ടെങ്കിൽ വേറെ മീറ്റ് ആണെന്നുണ്ടെങ്കിൽ ബീഫൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. ബീഫ് നല്ല കട്ട് ചെയ്തിട്ട് വലിയ പീസുകളായിട്ട് നെയ്യൊന്നും ഇല്ലാത്ത പീസ് എടുത്തിട്ട് കുക്കറിൽ ഉപ്പും കുരുമുളകും മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് വേവിച്ചതിന് ശേഷം അതും ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം ഇതേപോലെ ചിക്കന് പകരമായിട്ട് ഇട്ട് കൊടുക്കാം. അതും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇപ്പോൾ ഞാൻ എണ്ണയുടെ പ്രശ്നമുള്ളത് കൊണ്ട് ബ്രെഡ് ക്രംസ് ഇടുന്നില്ല കേട്ടോ. കാരണം എണ്ണ ഫുള്ള് അലമ്പാവും. അതുകൊണ്ട് ഞാൻ വേറൊരു ടെക്നിക്കാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്, അതൊക്കെ കാണാം കേട്ടോ. അപ്പോൾ ടേസ്റ്റ് നോക്കി ബാലൻസ് ചെയ്ത് ആ ഒരു ഉപ്പൊക്കെ നോക്കിയതിന് ശേഷം അത്യാവശ്യം കുരുമുളകോ അല്ലെങ്കിൽ മസാലപ്പൊടിയോ വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. അതിനുശേഷം മിക്സ് ചെയ്ത് എടുക്കുക കേട്ടോ. അപ്പോൾ കുറച്ചുകൂടി കുരുമുളക് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കുറച്ച് മസാലപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നേ, ഗരം മസാലയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഫ്ലേവറാണ് കേട്ടോ. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇടുന്നില്ല, എല്ലാം തട്ടിക്കൂട്ട് പരിപാടിയാണ്. അതിനുശേഷം ചിക്കൻ്റെ കാര്യം ദാ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചുകൂടി വെള്ളം ഒന്ന് ഗ്രേവി ഒന്ന് വറ്റാനുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം കൂടി ഇടാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ ഇളക്കി കൊടുക്കുകയാണ്. ചിക്കൻ ഒരുപാട് വെന്ത് പോകരുത് എന്നുള്ളത് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ തുറന്നിട്ടിട്ടാണ് കേട്ടോ വേവിച്ചിട്ടുണ്ടായിരുന്നത്. മൂടി വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് അങ്ങ് വെന്ത് പോകും. അപ്പം കുറുകി വരാൻ വേണ്ടിയിട്ട് മൂടി തുറന്നിട്ട് കുറച്ച് നേരം ഇങ്ങനെ വറ്റിച്ചെടുക്കുകയാണ് കേട്ടോ. അതിനുശേഷം തണുക്കാൻ വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ കട്ട്ലറ്റിൻ്റെ ഐറ്റം വലിയ തണുത്തിട്ടൊന്നും ഇല്ല കേട്ടോ, ചെറിയ ചൂടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഞാൻ എടുത്തിട്ട് ബോളാക്കി വെച്ചു കേട്ടോ. കാരണം കുറച്ച് നേരത്തെ പണി ഒതുക്കി വയ്ക്കാമെന്ന് വിചാരിച്ചു. ഇതും കൂടെ കഴിഞ്ഞിട്ട് പാത്രങ്ങളൊക്കെ കഴുകണം, അതിനുശേഷം ഹേസുട്ടനെ കുളിപ്പിക്കണം, അങ്ങനെ ഒരുപാട് ടാസ്കുകൾ കിടക്കുന്നതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ ചൂടോടുകൂടി തന്നെ അത് ഉരുട്ടിയെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും കൂടെ കഴിഞ്ഞിട്ട് കുറച്ച് പണികളും കൂടി ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നല്ല ഒരുപാട് തണുത്ത് ചെയ്യുന്നതിനേക്കാളും ചെറിയൊരു ചൂടോടുകൂടി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ഷേപ്പോടുകൂടി ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഇത് അത്യാവശ്യം പൊട്ടറ്റോ കൂടിപ്പോയതുപോലെ തോന്നിയെങ്കിലും ഉരുട്ടിയെടുക്കുന്ന സമയത്തും നമ്മൾ കഴിച്ച സമയത്തും ഒക്കെ കറക്റ്റ് ഫോം തന്നെയായിരുന്നു കേട്ടോ. ഒരുപാട് പൊട്ടറ്റോ കൂടിയ പോലെയൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ടേസ്റ്റിനും വലിയ ഡിഫറൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് കടിക്കാനും ചിക്കൻ കിട്ടുന്നുണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ ഇതിൽ മല്ലിയിലയോ അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും മല്ലിയിലയ്ക്ക് പകരമായിട്ട് ഇപ്പോൾ ഒരുപാട് ഇലകളുണ്ടല്ലോ, അങ്ങനെ എന്തെങ്കിലും ഫ്ലേവറായിട്ടുള്ള എന്തെങ്കിലും ഒരു ഇല വേണമെന്നുണ്ടെങ്കിൽ ഇടാം. മല്ലിയിലയിൽ തന്നെ ഒരുപാട് വെറൈറ്റി ഉണ്ടല്ലോ. നമ്മുടെ വീട്ടിൽ തന്നെ മൈസൂർ എന്ന് പറയുന്ന മല്ലിയില, മൈസൂർ മല്ലിയിലയോ അങ്ങനെ എന്തോ ഉണ്ടല്ലോ, ആ ഒരു ഐറ്റം ഉണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ ഇടാമെന്ന് വിചാരിച്ചാണ്, പക്ഷേ പെട്ടെന്ന് പണി തീർക്കണമെന്നുള്ളത് കൊണ്ട് അതിനൊന്നും നിന്നില്ല കേട്ടോ. പിന്നെ അതൊക്കെ ഉരുട്ടി വെച്ച് റെഡിയാക്കി കട്ട്ലറ്റിനുള്ളതൊക്കെ റെഡിയാക്കി വെച്ചതിന് ശേഷം ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് വെക്കാനുണ്ടായിരുന്നേ. ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് വെച്ചതിന് ശേഷം കുറച്ച് തണ്ണിമത്തൻ എടുത്തിട്ട് അതൊന്ന് ജ്യൂസാക്കി എടുത്തിട്ടുണ്ടായിരുന്നേ. തണ്ണിമത്തനൊക്കെ നല്ല അരിയുണ്ട്, അതേപോലെ എത്ര അടിച്ചു കഴിഞ്ഞാലും ചെറുതായിട്ട് പീസുകൾ ഇടയ്ക്കിടയ്ക്ക് കിടക്കും കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും അരിക്കാമെന്ന്. ഫൈബറൊക്കെ നഷ്ടപ്പെടുമെങ്കിലും വലിയ അരിപ്പായതുകൊണ്ട് അതിനകത്ത് വലുതായിട്ടൊന്നും നഷ്ടപ്പെടില്ല എന്ന് തോന്നുന്നു. അങ്ങനെ ഞാൻ വലിയ അരിപ്പിൽ അരിച്ചെടുത്തിട്ടുണ്ടായിരുന്നേ. സമയമില്ലാത്തതുകൊണ്ട് സ്പൂണൊന്നും എടുക്കാനായിട്ട് നിന്നിട്ടുണ്ടായിരുന്നില്ല. ഇത് വെച്ചിട്ട് തന്നെ ജസ്റ്റ്
കയ്യിൽ തന്നെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ജ്യൂസൊക്കെ റെഡിയാക്കി എടുത്തു. നോമ്പ് തുറക്കുന്നതിന് തൊട്ട് മുമ്പേ ആയിട്ട് ഐസ് ക്യൂബും കാണാൻ ഇടാം. ഇപ്പോൾ എന്തായാലും തണുപ്പില്ല, കുറച്ച് നേരത്തെ എടുത്ത് ഫ്രിഡ്ജിൽ നിന്ന് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, തണ്ണിമത്തനാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ റെഡിയാക്കി വെച്ചിട്ട് ഹേസുട്ടൻ കുളിപ്പിക്കാനായിട്ട് പോവുകയാണ്. കിച്ചണൊക്കെ ഒതുക്കണം, അതിന് മുന്നേ ആയിട്ട് പാത്രങ്ങളൊക്കെ കുറച്ച് അപ്പോഴപ്പോഴും കഴിവുന്നുണ്ട്, എങ്കിലും ലാസ്റ്റ് എന്തായാലും സ്പൂണും അടപ്പും പാത്രങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് ഐറ്റംസ് കാണും. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി പറക്കി അതിന് ശേഷം ഞാൻ വിചാരിച്ചു കട്ട്ലറ്റും കൂടി ഉണ്ടാക്കിയിട്ട് പോകാമെന്ന് കേട്ടോ. കാരണം അത് തിരിച്ച് വന്നതിന് ശേഷം എണ്ണ ആക്കി കഴിഞ്ഞാൽ, ദേഹത്താക്കി കഴിഞ്ഞാൽ പണി. അങ്ങനെ കുളിപ്പിക്കാനായിട്ടൊക്കെ പോയ സമയത്ത് ഞാൻ വിചാരിച്ചു കുളിച്ചിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നീട് കട്ട്ലറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് വീണ്ടും ചൂടത്ത് നിന്ന് വീണ്ടും വിയർക്കും. ഞാനാണെന്നുണ്ടെങ്കിൽ അടുത്തോട് പോയാൽ മതി, നന്നായിട്ട് വിയർക്കുന്ന ടൈപ്പാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു പിന്നെ കട്ട്ലറ്റും കൂടി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പം നോമ്പ് തുറക്കാനുള്ളതെല്ലാം ഒന്ന് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നീട് കുളിച്ചിട്ട് ഫ്രഷായി കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കാമല്ലോ എന്ന് കരുതിയിട്ട് കട്ട്ലറ്റ് ഉണ്ടാക്കാനായിട്ട് അതിനുള്ള മുട്ടയൊക്കെ ഒന്ന് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. അതിലാണ് ഒരു ചെറിയ അത്ഭുതം. ഒരു ചെറിയ മുട്ടയായിരുന്നു കേട്ടോ, വലിയ മുട്ടയൊന്നുമല്ല, പക്ഷേ അതിൽ 2 കരി ഉണ്ടായിരുന്നു, ഉണ്ണി ഉണ്ടായിരുന്നു, അതാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് പെപ്പർ പൗഡറും ഉപ്പും കൂടെ ഇട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ബ്രെഡ് ക്രംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ വെക്കണം. പക്ഷേ ഇവിടെ ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ബ്രെഡ് ക്രംസും കൂടെ ഇട്ട് കഴിഞ്ഞാൽ എണ്ണയിൽ ഫുള്ള് അതിൻ്റെ ആ ഒരു തരികളായിരിക്കും. പിറ്റേന്ന് നമുക്ക് യൂസ് ചെയ്യാൻ പോലും പറ്റാത്ത രീതിയിൽ എണ്ണ വല്ലാണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ വാങ്ങിച്ചിട്ടുള്ള എണ്ണ എന്ന് പറഞ്ഞാൽ വലിയ കുഴപ്പമില്ലാത്ത എണ്ണയാണെന്ന് വിചാരിച്ചുകൊണ്ടാണ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ എന്തോ ഒരു ചെറിയ പ്രശ്നമുണ്ട്. അത് ഇനി മിക്സിങ് വരുന്നതാണോ എന്നറിയില്ല, പെട്ടെന്ന് തന്നെ ബേൺ ആവുന്നുണ്ടായിരുന്നു കേട്ടോ എണ്ണ. എങ്കിലും കുഴപ്പമില്ല. ഉമ്മച്ചി പറയുന്നു അങ്ങനെ നമ്മൾ വാങ്ങിക്കുന്ന വീട്ടിലാട്ടുന്ന എണ്ണയാണെന്നുണ്ടെങ്കിലും ഒരുപാട് തീ കയറി കഴിഞ്ഞാൽ അങ്ങനെ ബേണായി അങ്ങനെ ചെറുതായിട്ട് കളർ മാറുന്നുണ്ടെന്ന് പറയുന്നുണ്ട്, അറിയാൻ വയ്യ. അപ്പോൾ എന്തായാലും മുട്ടയിൽ കൂടെ തന്നെ കുറച്ച് മൈദപ്പൊടിയും കൂടെ ഇട്ടിട്ട് കുറച്ച് പെപ്പർ പൗഡറും ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇതിൽ മുക്കിയിട്ട് പൊരിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. ബ്രെഡ് ക്രംസ് ഒന്നും ആക്കി എടുക്കുന്നില്ല. ഇതാകുമ്പോൾ ഒരു കോട്ടിങ്ങും കിട്ടും. അതൊന്നും ഫില്ല് ചെയ്തിട്ടുള്ള നമ്മുടെ ഷേപ്പാക്കി എടുത്തിട്ടുള്ള അതൊന്നും പിരിന്ന് പോകത്തുമില്ല. അപ്പോൾ ഈസിയാണ്, ബ്രെഡ് ക്രംസിൻ്റെ ഒന്നും ആവശ്യവും ഇല്ല. എന്നാലും പൊട്ടിപ്പോകുന്നുള്ള പേടിയും വേണ്ട, നമ്മുടെ എണ്ണയിൽ മോശമായി പോകുന്നുള്ള പേടിയും വേണ്ട കേട്ടോ. ഇത് ഞാൻ കാണുന്നത് മഷൂറയുടെ ചാനലാണ് കേട്ടോ. അതിലാണ് ഞാൻ ഫസ്റ്റ് ഇത് കാണുന്നത്. ആൾ മുട്ട മാത്രമാണെന്ന് തോന്നുന്നു എനിക്ക് ഒന്ന് പൊരിക്കുന്നത്. ഇതേപോലെ കട്ട്ലറ്റിൽ മുട്ട മാത്രമായിട്ട് പൊരിക്കാറുണ്ട് കേട്ടോ. മുമ്പെങ്ങാണ്ടുള്ള ഏതോ ഒരു വ്ളോഗിലാണ് ഞാനിത് കാണുന്നത്. ആളിതേപോലെ ബ്രെഡ് ക്രംസ് ഒന്നും ആക്കാറുണ്ട്, അതേപോലെ മുട്ടയിലാണ് കേട്ടോ പൊരിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചാണ്. അത്യാവശ്യം കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ മിക്സ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഓരോ നമ്മുടെ കട്ട്ലറ്റുകളായിട്ട് ഇതിനകത്താക്കിയിട്ട് ഈ ഒരു മുട്ടയിൽ മുക്കിയിട്ട് പൊരിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഓരോ കട്ട്ലറ്റായിട്ട് എടുത്തിട്ട് ഇതിൽ ഡിപ്പ് ചെയ്തിട്ട് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചേ. അങ്ങനെ പാൻ എടുത്തു, അതിനകത്ത് കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ചു. ഇത് വാപ്പച്ചി ലാസ്റ്റ് വരുന്ന സമയത്ത് നിർത്തി വരുന്ന ആ ഒരു സമയത്ത് കൊണ്ടുവന്നിട്ടുള്ള പാനുകളാണ് കേട്ടോ. ഇതൊക്കെ നല്ല രീതിയിൽ ചൂട് നിൽക്കും. ഹേസുട്ടിന് കുറുക്ക് കാച്ചാനാണെന്നുണ്ടെങ്കിലും ഇതാണ് ഞാൻ എടുത്തുകൊണ്ടിരുന്നത് ഇത്രയും ദിവസം. പിന്നെ നോമ്പായ സമയത്ത് അവൻ്റെ പാത്രം ഒന്ന് ചെറുതായിട്ട് ചേഞ്ച് ചെയ്തു. കാരണം ഇതാകുമ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി, ഒരുപാട് വലിയ രീതിയിൽ പരന്നിട്ടുള്ളതല്ല. അപ്പോൾ അത്യാവശ്യം കുഴിയുള്ളത് കൊണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് നല്ല യൂസ്ഫുൾ ആയിരിക്കും. അങ്ങനെ എണ്ണയൊക്കെ ഒഴിച്ചതിന് ശേഷം ഇതാ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കട്ട്ലറ്റ് എടുക്കുകയാണ്. അപ്പോൾ അടിയിലുള്ള ഒരെണ്ണം ഷേപ്പ് ഒന്ന് മാറിയിട്ട് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് കറക്റ്റ് ചെയ്തതാണ്. അതിന് ശേഷം ഓരോന്നായിട്ട് ഇതാ മുട്ടയുടെ മിക്സിയിൽ ഇട്ടിട്ട് അതിൽ നിന്ന് ഡിപ്പ് ചെയ്ത് ഫ്രൈ ചെയ്യണം കേട്ടോ. ഞാൻ ആദ്യം വിചാരിച്ചത് ഇതേപോലെ സ്പൂണിൽ ഇങ്ങനെ 4 സൈഡൊക്കെ ആക്കിയിട്ട് ചെയ്യാമെന്നാണ്. പക്ഷേ അത് വലുതായിട്ടൊരു ഗുമ്മില്ലാത്തതുകൊണ്ട് പിന്നീട് ഞാൻ ഇതിൽ ഡിപ്പ് ചെയ്ത് തന്നെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നേ. എളുപ്പമുണ്ട്. അതേപോലെ ബ്രെഡ് ക്രംസിൻ്റെ ഒന്നും പണിയില്ല, എണ്ണയും ചീത്തയാവില്ല കേട്ടോ. ടേസ്റ്റിനൊന്നും യാതൊരു വിധ വ്യത്യാസവും ഇല്ല കേട്ടോ. അതേപോലെ തന്നെയാണ് നമ്മുടെ എപ്പോഴാണെന്നുണ്ടെങ്കിലും നമ്മൾ കഴിക്കുന്ന സമയത്ത് ഈ അകത്തുള്ള ഫില്ലിങ്ങിൻ്റെ ടേസ്റ്റ് മാത്രമേ നമുക്ക് അറിയാനായിട്ട് പറ്റുള്ളൂ. ഈ ബ്രെഡ് ക്രംസിൻ്റെ ടേസ്റ്റ് ഒന്നും നമുക്ക് അറിയാനായിട്ട് പറ്റില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഡബിൾ കോട്ടൊക്കെ ചെയ്തിട്ട് എടുക്കണം. നമ്മളിങ്ങനെ സിംഗിൾ കോട്ടായിട്ട് ഇങ്ങനെ മുട്ടയുടെ ഡിപ്പിൽ മിക്സ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിലൊക്കെ ഡിപ്പ് ചെയ്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് വലിയ ഡിഫറൻസ് ഒന്നും തോന്നില്ല. അതിൻ്റെ ആ ഒരു കാണാനുള്ള ഗുമ്മാണ് മെയിനെന്ന് തോന്നുന്നു. അപ്പോൾ വലിയ ഡിഫറൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ, അത്യാവശ്യം നല്ല ഇഷ്ടപ്പെടും. സെയിം ടേസ്റ്റുമാണ്. വീട്ടിലെല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാനൊരു 3-4 കഴിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ അതൊക്കെ ഇട്ട് പാനിലിട്ട് നല്ല രീതിയിൽ 2 സൈഡും ഒന്ന് ഒരുപാട് ബ്രൗൺ ആയില്ല,
ജസ്റ്റ് ഒന്ന് ആ ഒരു മുട്ടയുടെ കളറൊന്ന് മാറി വന്ന ആ ഒരു സമയത്ത് എടുത്തിട്ടുണ്ടായിരുന്നേ. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് മുട്ടയുടെ ആ ഒരു സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. കുറച്ച് ഞാൻ പറഞ്ഞ പോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടിയും ഈ ഒരു മുട്ടയുടെ മിക്സിൽ തന്നെ കുറച്ച് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പോ ഗരം മസാലയോ എന്ത് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം കേട്ടോ. ടേസ്റ്റിനൊന്നും ഒരു രീതിയിലുള്ള ഡിഫറൻസും വരുന്നില്ല. അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. എന്തായാലും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ ഈ ഒരു ടിപ്പ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നല്ല രീതിയിൽ രണ്ട് സൈഡും ഒന്ന് ബ്രൗൺ ആക്കി എടുക്കുന്നുണ്ട്. ഒരുപാട് ബ്രൗൺ അല്ല, ഒന്ന് ഷാലോ ഫ്രൈ എന്ന് പറയില്ല, അതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഹെയ്സൂട്ട് ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ കരച്ചിലും കാര്യങ്ങളായിട്ടൊക്കെ വന്നിട്ടുണ്ട്. വെള്ളത്തിൽ കളിയാണ് കേട്ടോ. 2 കപ്പും ഗ്ലാസും കൊടുത്തു കഴിഞ്ഞാൽ അതിൽ മണിക്കൂറുകളോളം ഇരുന്ന് കളിച്ചോളും. എൻ്റെ അടുത്ത് കുറേ പേര് ഇങ്ങനെ വരുന്ന സമയത്ത് ഇവനിങ്ങനെ കളിക്കുന്ന സമയത്ത് പറയാറുണ്ട്, ഇങ്ങനെ വലിയ പാടില്ലല്ലോ 2 ഗ്ലാസും കുറച്ച് വെള്ളം എടുത്ത് കൊടുത്താൽ മതിയല്ലോ, ഇങ്ങനെ ഇരുന്ന് കളിച്ചോളൂന്ന്. പക്ഷെ അങ്ങനെയല്ല, 300 പ്രാവശ്യം വന്ന് ചോദിക്കും. വെള്ളം മൊത്തം അവിടെ ആക്കിയതിന് ശേഷം എൻ്റെ അടുത്ത് വന്ന് ചോദിക്കും, അടുത്ത വെള്ളം നിറച്ച് തരാൻ വേണ്ടി ചോദിക്കും. പിന്നെ ഉടുപ്പൊക്കെ ഫുള്ളാക്കും, വീണ്ടും വീണ്ടും വന്ന് ചോദിച്ചുകൊണ്ടിരിക്കും വെള്ളത്തിന് വേണ്ടിയിട്ട്. അങ്ങനെയൊക്കെയാണ് കേട്ടോ. ഇന്നത്തെ ഇര വാപ്പച്ചിയായിരുന്നേ. ഇന്ന് വാപ്പച്ചി കുറച്ച് നേരം ഒന്ന് പുറത്തൊക്കെ ഇറങ്ങി ഒന്ന് വെയിലൊക്കെ കൊള്ളാം. ഇങ്ങനെ എപ്പോഴും റൂമിലിരിക്കുന്നത് ആൾക്കും വല്ലാത്തൊരു വിഷമം. കാരണം ആളിങ്ങനെ ഇരിക്കുന്ന ഒരു ടൈപ്പേ അല്ല, എപ്പോഴും പുറത്താണ് കേട്ടോ. എന്തെങ്കിലുമൊക്കെ കൃഷി ചെയ്യാൻ ഇഷ്ടമാണ്. അതേപോലെ കോഴികൾക്ക് ഫുഡ് കൊടുക്കുന്നതും കോഴികളുടെ കാര്യങ്ങൾ നോക്കുന്നതും അങ്ങനെയൊക്കെ. ഒന്നും ചെയ്യണ്ട, ഇനിയെങ്കിലും പ്രവാസിയായിട്ട് വന്നതല്ലേ, അപ്പോൾ നിർത്തി വന്നതിന് ശേഷം കുറച്ചെങ്കിലും റെസ്റ്റ് എടുക്കാമെന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ സമ്മതിക്കില്ല. ഇവരൊക്കെ ആ ഒരു വൈബിൽ തന്നെയാണ് ഇപ്പോഴും. അടങ്ങിയിരിക്കുന്ന ടൈപ്പല്ലല്ലോ. അപ്പോൾ എത്ര പറഞ്ഞാലും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പം സുഖമില്ലാത്തതൊക്കെ കൊണ്ടാണ് പുറത്തങ്ങനെ പിന്നീടുള്ള ജോലിക്കൊന്നും നോക്കാത്ത കേട്ടോ. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം കുഴപ്പമില്ലാണ്ട് നമ്മളെ കാര്യങ്ങൾ നടന്നു പോകാനുള്ള പോക്കറ്റ് മണിക്കുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വേറെ പണിക്കൊന്നും പോവണ്ട എന്നുള്ള രീതിയിലായിരുന്നു നമ്മൾ ഇരുന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു വയ്യായിക വന്നതിന് ശേഷമാണ്, ഇപ്പോൾ അസുഖമൊക്കെ ആയിക്കഴിഞ്ഞതിന് ശേഷം അപ്പച്ചിക്ക് തന്നെ ഭയങ്കര ഒരു സങ്കടമാണ് കേട്ടോ. കാരണം ഇങ്ങനെ റെസ്റ്റ് എടുക്കാനുള്ള ആ ഒരു മെൻറ്റാലിറ്റി ഒന്നും ആൾക്കില്ല. എപ്പോഴും എന്തെങ്കിലും ചെയ്യണം. ഇപ്പോഴും ഞാനൊന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങിയിട്ട് ഒന്ന് കോഴികളൊക്കെ നോക്കിയിട്ട് വരട്ടെ എന്നുള്ളൊരു ചോദ്യമാണ് കേട്ടോ. അപ്പോൾ നമുക്കത് കേൾക്കുന്ന സമയത്ത് സങ്കടമുണ്ട്, വല്ലാത്തൊരു വിഷമമാണ്. ആളങ്ങനെ നിൽക്കാത്തത് കൊണ്ട്. പുറത്തൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന വാപ്പച്ചി കണ്ടിട്ട് ഇങ്ങനെ വയ്യാണ്ടായിട്ടുള്ള വാപ്പച്ചി കാണുമ്പോൾ ഭയങ്കര സങ്കടമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ആ സമയം കൊണ്ട് വാപ്പച്ചിയുടെ പിറകെ തന്നെയായിരുന്നേ. ഇങ്ങനെ വാപ്പച്ചിക്ക് ഓരോ സാധനങ്ങൾ കൊണ്ട് കൊടുത്തിട്ട് എണ്ണാനായിട്ട് പറഞ്ഞു തരാനുള്ള പരിപാടിയിലായിരുന്നേ. അങ്ങനെ ഓരോന്നായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് വാപ്പച്ചി. അതിൻ്റെ ഇടയ്ക്ക് തന്നെ 300 പ്രാവശ്യം കറണ്ട് പോയിട്ടുണ്ട്. ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കറണ്ട് പോകുന്നത് വല്ലാത്തൊരു ഡിസ്റ്റർബൻസ് ആണ് കേട്ടോ. ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഇടയ്ക്ക് ആ ഒരു നോമ്പ് തുറക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിലും അത്താഴത്തിന് എഴുന്നേൽക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നുണ്ട് കേട്ടോ. അത് വല്ലാത്തൊരു ഇറിറ്റേഷനാണ്. നോമ്പിന് മെയിനായിട്ട് നമ്മൾ ഈ ഒരു ടൈമിലല്ലേ കൂടുതലായിട്ടും കറണ്ടൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ആ ഒരു സമയത്തില്ലാത്തപ്പോൾ വല്ലാത്തൊരു ഒരു എനർജി ഇല്ലായ്മയാണ്. അപ്പോൾ അങ്ങനെ ഫ്രൈ ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഹെയ്സുട്ടനെ കുളിപ്പിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. ഒരുവിധം നല്ല രീതിയിൽ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഒരുവിധം 2 സൈഡും ഇതേപോലെ കളറാവുന്ന സമയത്ത് കോരിയെടുക്കുക കേട്ടോ. നല്ല എണ്ണ കുടിക്കുന്ന പരിപാടിയൊന്നുമില്ല, ഒരുപാട് എണ്ണ അങ്ങനെ അബ്സോർബ് ആകുന്ന ഒന്നുമില്ല. ഇത് ഈ ഒരു പരിപാടി കൊള്ളാം, അപ്രൂവ് ചെയ്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ നമുക്കൊരു മുട്ടയുടെ ഫീലും തോന്നത്തില്ല, ആ ഒരു കട്ട്ലറ്റിൻ്റെ ടേസ്റ്റ് മാറിയിട്ടുമില്ല. അത്യാവശ്യം ആ ഒരു ബ്രെഡ് ക്രംസോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് കുറച്ചുകൂടി ബെറ്ററായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് പറയണം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു, അതൊക്കെ ഫ്രൈ എടുത്തു മാറ്റി. ഇന്ന് വൈകുന്നേരവും നമുക്ക് ഗസ്റ്റുകളുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് ഗസ്റ്റുകളുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരെയും വീഡിയോ ഒന്നും എടുക്കാനായിട്ട് പറ്റില്ല, അതാണ് മെയിൻ. എല്ലാവരും ചോദിക്കും, ഇതെന്താ ഫോണും കൊണ്ട് നിൽക്കുന്നത് എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഞാൻ പറ്റുന്ന ആൾക്കാരെ മാത്രമേ എടുക്കാറുള്ളൂ. അതായത് നമ്മളെ ഫാമിലി അങ്ങനെയുള്ളവർക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. ഭയങ്കര സപ്പോർട്ടാണ് കേട്ടോ, അൽഹംദുലില്ലാ. അപ്പോൾ എല്ലാവരും എൻ്റെ ഉമ്മച്ചിയുടെ ഫാമിലി ആണെന്നുണ്ടെങ്കിലും അപ്പച്ചിയുടെ ഫാമിലി ആണെന്നുണ്ടെങ്കിലും ഒരുവിധം എല്ലാവരും വീഡിയോസൊക്കെ കാണും, ലൈക്ക് ചെയ്യും. കമൻസ് മാത്രം ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ. എല്ലാവരും പറയും ഞാനിങ്ങനെ എനിക്ക് സമയമില്ലെന്നുണ്ടെങ്കിലും നോട്ടിഫിക്കേഷൻ കാണുന്ന സമയത്ത് ഓണാക്കി വെക്കുമെന്ന്. അങ്ങനെയാണ്. മാമിയാരൊക്കെ ഭയങ്കര സപ്പോർട്ടാണ് കേട്ടോ. അപ്പോൾ അവരെല്ലാവരും വ്ളോഗൊക്കെ കാണുന്നുണ്ട്. അതുകൊണ്ട് വന്നു കഴിഞ്ഞാൽ വീഡിയോ എടുക്കുമ്പോൾ പറയണേ, നമ്മൾ ഒരുങ്ങിയിട്ടൊക്കെ വരാമെന്നൊക്കെ പറയേ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്.
കട്ട്ലറ്റൊക്കെ റെഡിയായി ഇതാ നല്ല സുന്ദര കുട്ടപ്പനായിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഹേസൂട്ട് നല്ല അലമ്പായിരുന്നു കേട്ടോ. കുറച്ച് നേരത്തെ പണിയുണ്ടായിരുന്നു കിച്ചണിൽ എനിക്ക്. അപ്പോൾ നല്ല കരച്ചിലും വാശിയൊക്കെ ആയിരുന്നു. ആൾ അങ്ങ് തളർന്നു പോയിട്ടുണ്ടായിരുന്നേ, കരഞ്ഞെറിഞ്ഞ്. വാപ്പച്ചിയെടുത്ത് കുറച്ച് നേരമൊക്കെ ഇരുന്നിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തുകൊണ്ട് പോയി കുളിപ്പിച്ചിട്ടുണ്ടായിരുന്നേ. കുളിപ്പിച്ച് കഴിഞ്ഞാലിപ്പോൾ ആൾക്ക് ഭയങ്കര ഒരു നല്ല ശീലം തുടങ്ങിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ എന്നെ ആദ്യം കുളിപ്പിക്കണം. എൻ്റെ ദേഹത്ത് മൊത്തം എടുത്ത് വെള്ളം ഒഴിക്കും കേട്ടോ. ഞാൻ കുളിച്ച് അങ്ങനെ ദേഹത്ത് ഫുള്ള് വെള്ളമൊക്കെ ആയിട്ട് ഒരു പരുവായിട്ട് നിൽക്കുന്ന സമയത്ത് കാണാനായിട്ട് ഭയങ്കര സന്തോഷമാണ് ആൾക്ക്. എൻ്റെ അടുത്ത് വെള്ളമൊക്കെ എടുത്ത് ഒഴിച്ചിട്ട് അവൻ നിന്ന് ചിരിക്കും. ഞാനും ചിരിച്ചു കൊടുക്കണം. ഞാൻ അരമണിക്കൂർ നിന്ന് തിലകൻ സ്റ്റൈൽ ഇങ്ങനെ നോക്കിക്കൊണ്ടൊക്കെ നിൽക്കും. പക്ഷേ അപ്പോൾ അവൻ ചിരിച്ച് മയക്കും. അങ്ങനെയൊക്കെയാണ്. ഫസ്റ്റ് എന്നെ കുളിപ്പിക്കണം. അപ്പോൾ വെള്ളം കപ്പ് ഇങ്ങനെ എടുത്തിട്ട് ഒഴിക്കാനായിട്ട് ഇങ്ങനെ വരും. 2 വഴക്ക് കൊടുക്കും. അപ്പോൾ കുളിപ്പിക്കാനായിട്ട് നല്ല സമയം എടുക്കുന്നുണ്ട്. ഇപ്പോൾ എപ്പോഴും നോമ്പ് തുറക്കുന്ന സമയത്ത് കുറച്ച് ലേറ്റ് ആവുന്നത് അതുകൊണ്ടാണ് കേട്ടോ. ലാസ്റ്റ് ഞാൻ യേസൂട്ടിനെ കുളിപ്പിക്കുന്ന ടാസ്ക് വരുന്ന സമയത്ത് ഡിലേ ആയി പോകുന്നതാണ്. പിന്നെ ഞാനും കൂടെ കുളിച്ച് കയറുന്ന സമയത്ത് വീണ്ടും ലേറ്റ് ആവും. അങ്ങനെ പെട്ടെന്ന് തന്നെ ഒരു കുളിച്ചിട്ട് പെട്ടെന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ജ്യൂസൊക്കെ ഫില്ല് ചെയ്ത് വെച്ച് കുറച്ച് ഐസ് ക്യൂബൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ. അതിന് ശേഷം ഉമ്മച്ചിക്ക് എനിക്കും ജ്യൂസൊക്കെ ഒഴിച്ച് വെച്ചു. വാപ്പച്ചിക്ക് മധുരമായിട്ടുള്ള ഒരു ഐറ്റംസും കൊടുക്കുന്നില്ല കേട്ടോ. ഫ്രഷ് ജ്യൂസ് അങ്ങനെ അടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ പഞ്ചസാരയൊന്നും ഇട്ടിട്ടില്ല, എങ്കിലും ഒരു തവണ ജ്യൂസ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ജ്യൂസിൽ ഞാൻ ഐസ് ക്യൂബ് ഇടാനായിട്ട് എടുത്ത സമയത്ത് ഹേസൂട്ടന് വേണമെന്ന് പറഞ്ഞ് ഭയങ്കര കരച്ചിലായിരുന്നു. പിന്നെ ഐസ് ക്യൂബിനായിരുന്നു കരച്ചിൽ. പിന്നെ ഐസ് ക്യൂബ് കയ്യിൽ കൊടുത്തപ്പോഴാണ് സമാധാനമായത്. പിന്നെ എങ്ങനെയെങ്കിലും ഉമ്മച്ചി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉമ്മച്ചിക്ക് തരാനൊക്കെ പറഞ്ഞിട്ട് ഉമ്മച്ചി വാങ്ങിച്ചു കൊടുത്തു. പിന്നെ വായിലിട്ട് കൊടുത്തു. പിന്നെ പതുക്കെ ഉമ്മച്ചി എടുത്തത് കളഞ്ഞു, വീണ്ടും എടുത്തു കൊടുത്തു. പിന്നെ അതെനിക്ക് ഒളിച്ച് തന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഒരാളെ ഉള്ളെങ്കിലും 10 പേരുണ്ടെന്നുണ്ടെങ്കിൽ 10 പേർക്കും ജോലി തരും. അങ്ങനത്തെ ആളാണ്. അപ്പോൾ എല്ലാം കൊണ്ട് വെച്ച് കൊടുത്തു. അങ്ങനെ എല്ലാമൊക്കെ റെഡിയാക്കി ബാങ്ക് വെക്കാനായിട്ട് സെക്കൻഡുകൾ ഇനി ബാക്കിയുള്ളൂ കേട്ടോ. ആ ഒരു സമയത്ത് യേസൂട്ടൻ വന്നിട്ട് കട്ട്ലറ്റൊക്കെ എടുത്ത് കഴിച്ച് നോക്കി ഇഷ്ടപ്പെട്ടു കേട്ടോ. ആദ്യം അവിടെ എവിടെയൊക്കെ കളഞ്ഞിട്ട് പോയി, പിന്നീട് എൻ്റെ അടുത്ത് വന്നിട്ട് കൊടുക്കാനായിട്ട് കറിഞ്ഞിട്ടുണ്ടായിരുന്നേ. അങ്ങനെ കിച്ചണിൽ ഉമ്മച്ചി കുറച്ച് ഡ്യൂട്ടിയിലാണ് കേട്ടോ. ഉമ്മച്ചി കിച്ചണിലുണ്ട് കേട്ടോ. ചായക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പൊങ്ങുന്നതിന് തൊട്ട് മുന്നേ ആയിരുന്നു. അപ്പോൾ അവിടെ തന്നെ നിന്ന് നോമ്പ് തുറക്കാമെന്ന് പറഞ്ഞിട്ട് ഈത്തപ്പഴം വെച്ചിട്ട് അവിടെ നിന്ന് നോമ്പ് തുറന്നു കേട്ടോ. അതുകൊണ്ടാണ് ഇവിടെ കാണാത്തത്. അങ്ങനെ ചായയൊക്കെ വാപ്പച്ചിക്ക് ചായ വേണമെന്ന് പറഞ്ഞിട്ട് നേരത്തെ നമ്മൾ ചായ വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ കട്ട്ലറ്റിൻ്റെ കൂടെ ചായ കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഉമ്മച്ചി ചായ ഇടാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ വെച്ച് തന്നെ ഈത്തപ്പഴമൊക്കെ കഴിച്ചു. പിന്നീടാണ് നമ്മൾ കൂടെ വന്നിരുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നോമ്പ് തുറക്കുന്ന സമയത്ത് എനിക്ക് ജ്യൂസ് നിർബന്ധമാണ്. ഉമ്മച്ചിക്കാണെന്നുണ്ടെങ്കിൽ വെള്ളമാണ് ഉമ്മച്ചി കുടിക്കുന്നത്. ആദ്യം ജ്യൂസൊന്നും കുടിക്കത്തില്ല. ചിലപ്പം അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ മാത്രമേ കുടിക്കുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ കുടിക്കുള്ളേ. ആദ്യം ഫ്രൂട്ട്സൊക്കെ കഴിക്കും. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ജ്യൂസൊക്കെ ഞാൻ കുടിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഉമ്മച്ചിയും കൂടെ വന്നു, ചായയൊക്കെ ഇട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചായയും കൂടെ കുടിച്ചിട്ടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞിട്ട് കട്ട്ലറ്റും കഴിച്ചിട്ടുണ്ടായിരുന്നു. കട്ട്ലറ്റ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഉമ്മച്ചിക്കും വാപ്പച്ചിക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. വാപ്പച്ചിക്ക് ചിക്കൻ വലിയ പിടിയില്ലാത്തത് കൊണ്ട് വാപ്പച്ചി കുറച്ചേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളേ. അതിനുശേഷം യേസൂട്ടൻ്റെ പരിപാടികളായിരുന്നു. ഓരോന്ന് എടുത്തുകൊണ്ട് വന്ന് ഓരോ കാര്യങ്ങൾ പറച്ചിലും എണ്ണി നോക്കലും അതിൻ്റെ അകത്ത ഉള്ളിയും ഓരോ ചിക്കനും ഒക്കെ അവൻ പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് ഓരോന്നെടുത്ത് കാര്യങ്ങൾ പറച്ചിലായിരുന്നേ. ജഗ്ഗിന് വേണ്ടി കരച്ചിലായിരുന്നു, പിന്നെ ജ്യൂസിന് വേണ്ടി കരച്ചിലായിരുന്നു, ഗ്ലാസ്സിന് വേണ്ടി കരച്ചിലായിരുന്നു. എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കണ്ടിട്ടില്ലേ, ടോട്ടൽ സ്റ്റേജിൽ പഴം ഉരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് തൊലിച്ചതിനായിരിക്കും പിന്നീട് കരച്ചിൽ. ആപ്പിളാണെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്തതിനായിരിക്കും കരച്ചിൽ. സത്യമാണ് കേട്ടോ. അതെങ്ങനെ അറിയാമെന്തോ എല്ലാ പിള്ളേരും ഒരുപോലെയാണ്. ഇങ്ങനെ ആപ്പിൾ എടുത്തു കഴിഞ്ഞാൽ മുഴുവനായിട്ടും കൊടുക്കണം. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നും കരയും കേട്ടോ. പിന്നെ തോന്നും വല്ല സൂപ്പർ ഗ്ലൂ ഇട്ട് ഒട്ടിച്ചു കൊടുത്താലോ എന്ന് തോന്നിപ്പോവുകയും അത്രയ്ക്കും കരച്ചിലാണ്. ചില സമയത്ത് കഴുകി കൊടുത്തു കഴിഞ്ഞാൽ പ്രശ്നമാണ്, കഴുകാണ്ട് കൊടുത്തു കഴിഞ്ഞാൽ പ്രശ്നമാണ്. എല്ലാം അവന് എന്തെങ്കിലുമൊക്കെ മൂഡ് മാറിയിരിക്കുന്നതനുസരിച്ച് മാറിക്കൊണ്ടേ ഇരിക്കുകയും ചില ദിവസങ്ങളിൽ നല്ല കുട്ടിയായിട്ട് നിൽക്കും കേട്ടോ. ചില ദിവസങ്ങളിൽ ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നോമ്പ് തുറന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ചായ ഇന്ന് നേരത്തെ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാ ദിവസവും നമ്മൾ നോമ്പൊക്കെ തുറന്ന് പിന്നീട് ഫുഡൊക്കെ കഴിച്ച് കുറച്ച് കഴിഞ്ഞിട്ടാണ് ചായ കുടിക്കുന്നത്. ഇന്ന് വാപ്പച്ചിക്ക് ഇട്ടതുകൊണ്ട് നമ്മളും കുടിച്ചിട്ടുണ്ടായിരുന്നേ.
അങ്ങനെ നോമ്പൊക്കെ തുറന്നതിന് ശേഷം ഞാൻ നമസ്കരിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നേ. അതിന് ശേഷം നമസ്കരിക്കാനായിട്ട് വന്ന സമയത്ത് യേസുട്ടൻ മുസല്ലയും കൊണ്ട് ഓട്ടമായിരുന്നു. മുസല്ല അപ്പോൾ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. സംഭവം ഞാൻ നമസ്കരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാൻ പറയും ഇവൻ എന്തെങ്കിലും ഇബ്ലീസ് കൂടിയിട്ടുണ്ടോ എന്ന് തോന്നുന്നു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ എൻ്റെ കുപ്പായം എടുത്തുകൊണ്ട് പോകും, മുസല്ല എടുത്തുകൊണ്ട് പോകും. കുപ്പായം എടുത്തിടുന്ന സമയത്ത് ഭയങ്കര കരച്ചിലൊക്കെ ആയിരിക്കും. അങ്ങനെ എങ്ങനെയെങ്കിലും കുട്ടി നിസ്കരിക്കുന്നവരെ എങ്ങനെയെങ്കിലും പിടിച്ച് നിന്നിട്ട് അതിന് ശേഷം ഭയങ്കര വിരളിയായിരുന്നു കേട്ടോ. ഇതേപോലെ ഭയങ്കര കുരുത്തക്കേടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നമസ്കരിക്കുന്നവരെ അതിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിന്ന് ഡിസ്കോയും ഡാൻസൊക്കെ ആയിരിക്കും. അതിന് ശേഷം നല്ല കുട്ടിയായിട്ട് നിൽക്കും. അങ്ങനെയൊക്കെയാണ്. അങ്ങനെ കുറേ നേരം നമസ്കരിച്ചിട്ട് കുറച്ച് നേരം വരെയും ഇതേപോലെ ബഹളങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നീട് കണ്ണാടി കണ്ട സമയത്ത് കുട്ടി പിന്നെ സ്വന്തമായിട്ട് ചിരിക്കലും ബഹളം കാണിക്കലും ഒക്കെ ആയിരുന്നു. ഇപ്പോഴത്തെയും പരിപാടി എന്ന് പറഞ്ഞാൽ കണ്ണാടിയിൽ ചെന്ന് നിന്നിട്ട് ചിരിക്കലും ഉമ്മ കൊടുക്കലും ഒക്കെയാണ് പരിപാടിയൊക്കെയാണ് കേട്ടോ. അത് ഭയങ്കര ഇഷ്ടമാണ് കുട്ടിക്ക്. അപ്പോൾ നമസ്കരിച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം കുട്ടി വയറ് നോക്കുകയാണ് കേട്ടോ. വയറ്റിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇപ്പോൾ നോക്കുന്നത് നല്ല ക്യൂട്ടാണ് കേട്ടോ. അങ്ങനെ നോക്കുന്നതാണ്. ഇപ്പോൾ കുറച്ചൊന്ന് കുടവയറ് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു എന്നുള്ള രീതിയിൽ വയറിങ്ങനെ നോക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഞാനൊരു കാര്യം ശ്രദ്ധിച്ചത്. ആൾക്ക് വൈകിട്ടൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഈ ഒരു കട്ട്ലറ്റും കാര്യങ്ങളൊക്കെ കഴിച്ചതേ ഉള്ളൂ. ചോറ് കൊടുത്തതിന് ശേഷം പിന്നീട് മുട്ട കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇതേപോലെ കട്ട് ചെയ്തിട്ടുള്ള ഫ്രൂട്ട്സും അതും ഇതൊക്കെ ജസ്റ്റ് ഒന്ന് അവിടെ ഇവിടെ ആയിട്ടൊക്കെ എടുത്തുകൊണ്ട് പോകുന്നതല്ലാതെ അങ്ങനെ മെയിനായിട്ടൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. കട്ട്ലറ്റ് മാത്രമേ തിന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അത് തന്നെ അവിടെ ഇവിടെയൊക്കെ കളഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കുറുക്ക് കാച്ചുകയാണ്. ഇതിൽ നട്ട്സ് പൗഡറും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് മഖാന പൊടിയും അതേപോലെ നട്ട്സ് പൗഡറും കണ്ണൻകായുടെ പൊടിയും അതേപോലെ മധുരക്കിഴങ്ങിൻ്റെ പൊടിയും എല്ലാം കൂടി മിക്സാണ്. പിന്നെ കുറച്ച് ഡേറ്റ് സിറപ്പും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അതൊക്കെ ചേർത്ത് കുറുക്കി വെച്ച് തണുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും നമുക്കൊരു ഗസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അമ്മച്ചിയുടെ ഫ്രണ്ടാണ്. പിന്നെ നമ്മൾ റിലേറ്റീവുമാണ് കേട്ടോ. അപ്പോൾ മാമിയും മാമായും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാമ വന്നപ്പോൾ തന്നെ യേസുട്ടിൻ്റെ അടുത്ത് ഭയങ്കര കാര്യം പറച്ചിലൊക്കെ ആയിരുന്നു കേട്ടോ. മാമ വാപ്പച്ചിയുടെ റിലേറ്റീവ് കൂടിയാണ്. അപ്പോൾ കാണാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നതാണേ. മാമി അകത്തുണ്ട്. അപ്പോൾ കുറേ നേരം ഇരുന്നിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളെ വീടിൻ്റെ അടുത്ത് തന്നെ ഉള്ളതാണ്, കുറച്ച് ദൂരമുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് നേരമൊക്കെ ഇരുന്നിട്ട് മാമി പോയിട്ടുണ്ടായിരുന്നു. യേസുട്ടൻ പോയ ആ ഒരു സങ്കടത്തിൽ കുറച്ച് നേരം അവിടെ ഇവിടെയൊക്കെ നിന്നു. ആര് വന്നിട്ട് പോയാലും ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിലും വന്നിട്ട് പോകുമ്പോൾ കുറച്ച് വിഷമമൊക്കെയാണ് കേട്ടോ. ഉമ്മക്ക് കൊടുത്ത് നോക്കി നിൽക്കുക അവർ പോകുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് കുറുക്ക് തണുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഞാൻ ഫാനൊക്കെ ഇട്ടിട്ട് അവിടെ നിന്നിട്ടുണ്ടായിരുന്നേ. അതിനുശേഷം കുറുക്ക് കൊടുത്തു. കുറച്ച് നേരം വലിയ പ്രശ്നമായിരുന്നു. കുടിക്കാനൊക്കെ ഭയങ്കര ബഹളമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ച് വിശപ്പായിട്ടുണ്ടായിരുന്നില്ല എന്ന്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആൾക്ക് ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു. ഞാനെല്ലാം കൂടെ മിക്സ് ചെയ്തത് കൊണ്ടായിരിക്കാം. പിന്നെ വഴക്കൊക്കെ കൊടുത്ത സമയത്ത് പതുക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നേ. എങ്കിലും വലിയ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ഞാൻ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണെന്ന് തോന്നുന്നു. കുട്ടിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. പിന്നെ എങ്ങനെയെങ്കിലും എന്നെ പേടിച്ചിട്ട് കഴിക്കുകയാണ്. അതൊക്കെ കഴിച്ചുകൊണ്ട് നിന്ന സമയത്താണ് ഉമ്മച്ചി ഒരു കുട്ടിയുടെ ഫോട്ടോ കാണിച്ചിട്ട് ഈ കുട്ടി അറിയുമെന്നൊക്കെ ചോദിച്ചിട്ട് ഒരു അലയൻസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ റിലേറ്റീവ്സിനെ ആർക്കോ നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ നല്ല കുട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിങ്ങനെ കമൻസൊക്കെ പറയുകയാണേ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് യേസുട്ടന് കുറുക്കും കൂടെ കൊടുത്തിട്ട് ഞാൻ ഫുഡ് കഴിക്കുകയാണ്. ഇന്ന് നല്ല പുട്ടും ചമ്പാവരിയുടെ പുട്ടുണ്ടായിരുന്നേ. അത് വെച്ച് ഇടിയപ്പത്തിൻ്റെ മാവാണ്, അതായത് വലിയ തരികളില്ലാത്ത മാവായിരുന്നേ. അതിൽ നമ്മൾ പുട്ട് വെച്ചതാണ്. പക്ഷേ വലിയ ഫ്ലോപ്പൊന്നും ആയില്ല, ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. തേങ്ങയൊക്കെ ഇട്ടിട്ട് മച്ചി പുട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ചിക്കൻ കറിയായിട്ട് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ചിക്കൻ കറിയായിരുന്നു കേട്ടോ. സ്വയം പുകഴ്ത്തുന്നതല്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കാണുമ്പോൾ തന്നെ തോന്നുന്നു എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. വലിയ എരിവൊന്നും ഇല്ലായിരുന്നു, എന്നാൽ കളർഫുള്ളും ആയിരുന്നു. അങ്ങനെ ഉമ്മച്ചിക്ക് ഇഷ്ടപ്പെട്ടു, എനിക്ക് ഇഷ്ടപ്പെട്ടു, വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഫുഡ് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ചായ ഇട്ടു. വീണ്ടും ഒരു ചായ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം നല്ല തലവേദന ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ചായയും കൂടെ കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു ചായയും കൂടെ ഇട്ട് കുടിച്ചിട്ടുണ്ടായിരുന്നേ. പുട്ടിൻ്റെ കൂടെ തന്നെയായിരുന്നു കുടിച്ചിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ന്യൂസ് ഇട്ടിട്ടുണ്ടായിരുന്നേ. കാരണം കുറേ ദിവസങ്ങളായിട്ട് യാതൊരു വിധ ലോകവിവരം ഇല്ലാതെ ഇരിക്കുകയാണ് കേട്ടോ. അതായത് ന്യൂസൊന്നും കാണാൻ പറ്റുന്നില്ല. TV ഇടുന്നുണ്ടെങ്കിൽ തന്നെ യേസുട്ടനെ കാണാൻ വേണ്ടിയിട്ട് കാർട്ടൂണൊക്കെയാണ് ഇടുന്നത്. അതുകൊണ്ട് കുറച്ച് നേരം ന്യൂസ് കണ്ടിട്ടുണ്ടായിരുന്നു.
അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് കുറച്ച് നേരം എഡിറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഷോർട്സ് ഇടുന്നുണ്ട്, ലോങ് വീഡിയോ ഇടുന്നുണ്ട്, ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും ഒക്കെ അത്യാവശ്യം ഇടുന്നുണ്ട്. അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യാം, കാണുക കേട്ടോ. എല്ലാവരും വീഡിയോ കാണുക, കണ്ടിട്ട് ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കല്ലേ. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് കുറച്ചൊന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ എൻ്റെ കുട്ടൻ പിന്നെ സമ്മതിക്കോ, അപ്പോൾ തന്നെ വന്നിട്ട് ആ ഒരു റാന്തലിൽ വെള്ളമൊക്കെ ഒഴിച്ച് കളിയായിരുന്നേ. എല്ലാവരും ചോദിക്കും ഇങ്ങനെ റാന്തൽ വെച്ചിരിക്കുന്ന സമയത്ത് ഹേസുട്ടൻ ഇങ്ങനെ സമ്മതിക്കോ, അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയില്ലേന്ന്. എത്ര പ്രാവശ്യം ഞാൻ എടുത്ത് മാറ്റുമെന്ന് അറിയാമോ ഒരു ദിവസം തന്നെ. പിന്നെ എനിക്കൊരു സന്തോഷത്തിന് വേണ്ടിയിട്ട് അവിടെ എടുത്ത് വെക്കുന്നതാണ്, ഒരു ലുക്ക് വരാൻ വേണ്ടിയിട്ടാണ്. അത് കാണുന്ന സമയത്തെങ്കിലും ഒരു പോസിറ്റീവ് എനർജി കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷേ എൻ്റെ കുട്ടൻ അത് ഓൺ ദി സ്പോട്ടിൽ നെഗറ്റീവ് എനർജി ആക്കി തരും. അതാണ് ഇപ്പോഴത്തെ പരിപാടി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് സ്വന്തമായിട്ട് ഡ്രസ്സൊക്കെ ഡയപ്പർ ഊരി കളഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ട്രൈപോഡും എടുത്ത് പൊക്കി അവിടെ മറ്റേ ഏണി ചാരി കയറുന്ന പോലെ അതിൻ്റെ മണ്ടയിലേക്ക് ഇറക്കവും അതെടുത്തോണ്ട് പോക്കും ഒക്കെ ആയിരുന്നു. കുറേ നേരം കഴിഞ്ഞപ്പോൾ ആ ഒരു ട്രൈപോഡിൻ്റെ സൈഡ് കയറി തലയിൽ കൊണ്ടിട്ടുണ്ടായിരുന്നേ. അതിനുശേഷം ഞാനോ ഉമ്മച്ചിയോ വാപ്പച്ചിയോ എങ്ങാണ്ട് തലയിലിട്ട് കൊട്ടിയത് മാതിരി നമ്മളടുത്ത് 3 പേരടുത്തും ദേഷ്യം കാണിക്കലും കരച്ചിലും ഒക്കെ ആയിരുന്നു. കുറച്ച് നേരം ചെറുതായിട്ടൊന്നും തട്ടിയിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ തന്നെ അത് കളഞ്ഞിട്ട് പോയിട്ട് എൻ്റെ അടുത്ത് വന്നു കരച്ചിലൊക്കെ ആയിരുന്നു. അങ്ങനെ കുട്ടി ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. കരഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഇങ്കൊക്കെ കുടിച്ചിട്ട് ഉറക്കിയിട്ടുണ്ടായിരുന്നേ. ഉറക്കി കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ വന്നപ്പോൾ ദാ ഉമ്മച്ചി നമ്മുടെ ആത്തച്ചക്ക കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നേ. ഇന്നലെ പറിച്ചിട്ടുണ്ടായിരുന്ന ആത്തച്ചക്കയാണ്. അപ്പോൾ നന്നായിട്ട് പഴുത്തിട്ടുണ്ടായിരുന്നേ. നല്ല മധുരം എന്ന് പറഞ്ഞാൽ നല്ല മധുരമായിരുന്നു. ഐസ്ക്രീം തോറ്റു പോകും കേട്ടോ, അത്രയ്ക്ക് മധുരമായിരുന്നു. ആദ്യമായിട്ടാണ് ഇത്രയും മധുരമുള്ള ഒരെണ്ണം കഴിക്കുന്നത്. ഒരുപാടെണ്ണം ഉണ്ടായിട്ടുണ്ടെങ്കിലും അതിലൊക്കെ ചെറിയൊരു പുളിപ്പും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതിലങ്ങനെ പുളിപ്പും ഇല്ല, ഒരുപാട് അരിയില്ലായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ഇങ്ങനെ ആദ്യം ഇഷ്ടമുള്ള ആളൊന്നും അല്ല കേട്ടോ. പക്ഷേ ഇങ്ങനെ ഉമ്മച്ചി പറഞ്ഞ് ഇതിൻ്റെയൊക്കെ ഗുണങ്ങൾ പറഞ്ഞ് ഇഷ്ടപ്പെട്ടതാണേ. സംഭവം ക്യാൻസറിന് വരെ പ്രിവെൻറ്റ് ചെയ്യുമെന്നാണ് പറയുന്നത് കേട്ടോ ഈ ഒരു ആത്തിച്ചക്ക. സംഭവം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇത്രയും മധുരമുള്ളത് കഴിക്കുന്നത്. അത്യാവശ്യം നല്ല ഫ്ലഷ് ഉണ്ടായിരുന്നു, അകത്ത് ഒരുപാട് അരികളില്ലാത്തത് കൊണ്ട് കഴിക്കാനായിട്ട് എളുപ്പമായിരുന്നു. ഹേസുട്ടന് കൊടുക്കാനായിട്ട് പറ്റി. ഹേസുട്ടൻ ഉറക്കായിരുന്നേ. പിന്നെ ഇപ്പോൾ എന്ത് കഴിച്ചാലും ഉമ്മച്ചി പറയുന്ന പോലെ നീ കഴിച്ചിട്ട് ഫീഡ് ചെയ്താലും മതി എന്ന് പറയുന്ന പോലെയാണ്. ഫീഡ് ചെയ്യുന്നത് നിർത്താനുള്ള പുറപ്പാടിലാണ് കേട്ടോ. ഈ ഒരു നോമ്പും കൂടെ കഴിഞ്ഞിട്ട് എങ്ങനെയെങ്കിലും നിർത്തണം. നോമ്പിന് മുമ്പേ ആയിട്ട് നിർത്തണമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ വലിയ നിർബന്ധമില്ലാതെ വല്ലപ്പോഴും കുടിക്കുന്ന അവൻ നോമ്പാവുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ഫീഡ് ചെയ്യുവേ. അപ്പം വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. ഈ ഒരു സംഭവം എനിക്ക് ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. ഗിഫ്റ്റല്ല, നമ്മുടെ ബർത്ത്ഡേക്ക് ഒക്കെ സർപ്രൈസ് വന്നിട്ടുണ്ടായിരുന്ന സമയത്താണ് അവരുടെ ഹാമ്പറിലുണ്ടായിരുന്നതാണ്. നല്ല ക്യൂട്ടായിട്ടുള്ള ഇപ്പോഴത്തെ പിൻട്രസ്റ്റ് വൈബ് എന്നൊക്കെ പറയില്ലേ, അതുപോലെ എസ്തറ്റിക് ആയിട്ടുള്ള ഒരു മഗ്ഗായിരുന്നു. മഗ്ഗിൽ തന്നെ ഒരു കപ്പ് ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു കേട്ടോ. നല്ല ക്യൂട്ടായിട്ടുള്ളൊരു കപ്പും മഗ്ഗും കൂടെ വരുന്ന ഒരു സംഭവമായിരുന്നു കേട്ടോ. ഇത് രണ്ടും കൂടി ഇൻക്ലൂഡ് ചെയ്ത് വരുന്ന ഫസ്റ്റ് ടൈമാണ് ഞാൻ കാണുന്നത്. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അറിയാമല്ലോ, ഇതെടുത്ത് പുറത്തെങ്ങാനും വെച്ച് കഴിഞ്ഞാൽ പിന്നീട് കാണാനേ കിട്ടില്ല. ഹേസുട്ടൻ അത് പൊട്ടിച്ച് എവിടെയെങ്കിലുമൊക്കെ എടുത്തുകൊണ്ട് പോകും. അതുകൊണ്ട് ഞാൻ അകത്ത് തന്നെ വെച്ചിരിക്കുകയായിരുന്നേ, അലമാരയിൽ തന്നെ വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അന്ന് കിട്ടിയിട്ടുണ്ടായിരുന്ന ഒരു സംഭവമാണ് കേട്ടോ ഈ ഒരു പാണ്ട. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഡ്രസ്സും കാര്യങ്ങളും, പിന്നെ ഹാമ്പറിലുണ്ടായിരുന്ന കുറച്ച് ചോക്ലേറ്റ്സ് കാര്യങ്ങൾ ഇതൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ ബർത്ത്ഡേ ബ്ലോഗിൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതിലുള്ളതായിരുന്നു. അപ്പോൾ അവരെ പേജ് ഞാൻ മെൻഷൻ ചെയ്തേക്കാം കേട്ടോ. ഇവിടെ മെൻഷൻ ചെയ്തേക്കാം. എന്തെങ്കിലും ഇതേപോലെ ഹാമ്പേഴ്സോ കാര്യങ്ങളോ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് സർപ്രൈസ് ഗിഫ്റ്റൊക്കെ കൊടുക്കാനുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. നല്ല ക്യൂട്ടായിട്ടുള്ള പാണ്ടയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ രാവിലെയൊക്കെ എനിക്ക് ഇവനാണ് നമസ്കരിക്കുന്ന സമയത്തൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഹേസുട്ടൻ എഴുന്നേൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടേ ഞാൻ എന്തെങ്കിലും ഇതേപോലെ ലൈറ്റ് ഇടാണ്ടുള്ള സെറ്റപ്പുകൾ നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഇങ്ങനെ ഇരിപ്പുണ്ടല്ലോ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ പാണ്ടയെ വെച്ചിട്ടാണ് ഇപ്പോൾ ഉള്ള പണികളൊക്കെ ചെയ്യുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഹേസുട്ടൻ ഉറങ്ങിയ സമയത്ത് അതിന് ശേഷമാണ് ഞാൻ നമസ്കരിക്കാനായിട്ട് കയറിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇന്ന് കുറച്ച് ലേറ്റായി, കുറച്ചധികം റെസ്റ്റ് എടുത്തു എന്ന് തന്നെ പറയാം. ഒരു 10 മണിക്ക് ശേഷമാണ് ഞാൻ നമസ്കരിക്കാനായിട്ട് കയറിയിട്ടുണ്ടായിരുന്നത്. കാരണം ഇന്ന് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു കേട്ടോ. ഇന്നത്തെയും പോലെ അല്ലായിരുന്നു, നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അതുകൊണ്ട് കുറച്ചൊന്ന് റെസ്റ്റ് എടുത്തിട്ടാണ് ചെയ്തത്. ഇനിയും നമസ്കരിച്ചതിന് ശേഷം ഇനി വീഡിയോ എഡിറ്റ് ചെയ്യണം, ഇന്നത്തെ വ്ളോഗിൻ്റെ കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്തിടണം. അപ്പോൾ നല്ല ടാസ്ക്കാണ്, പരിപാടിയാണ്. അപ്പോൾ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കണ്ട. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ
ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. അതുവരേക്കും ലവ് യു ഓൾ. ബൈ.